കിട്ടിയാൽ നിങ്ങൾക്ക് ആൻസർക്ക് എത്താൻ പറ്റും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഏതായാലും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കേൾക്കുന്നില്ലെങ്കിൽ പറയണേ. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഹലോ, മിസ് ചെയ്തി. എങ്ങനെ ഉണ്ടായിരുന്നു? കിട്ടുന്നുണ്ടോ? പണിയാണ്, കുറവാ. അപ്പൊ എന്തായാലും നോക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്, സി ടാബ് മെത്തേഡ് കേട്ടിട്ടുണ്ടോ? ബയോടെക്നോളജിയിൽ ക്ലാസ് എടുത്തപ്പോ സി ടാബ് മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഈ സി ടാബ് മെത്തേഡ് അല്ലെങ്കിൽ സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്, അതാണ് ഇതിന്റെ ഫുള്ള്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് നമ്മളെ പ്ലാന്റ്സിന്റെ DNA ഉണ്ടല്ലോ, അപ്പൊ പ്ലാന്റ് ടിഷ്യൂന്ന് DNA എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള പ്ലാന്റിന്റെ DNA നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സി ടാബ് മെത്തേഡ് നമുക്ക് പറയാം. അത് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണ്? പ്രസിപ്പിറ്റേറ്റിംഗ് ന്യൂക്ലിക് ആസിഡ്, പ്രസിപ്പിറ്റേറ്റിംഗ് പ്രോട്ടീൻ, പ്രസിപ്പിറ്റേറ്റിംഗ് ന്യൂട്രൽ പോളിസാക്കറൈഡ്സ്, ലിപ്പിഡ്സ്, ഇതൊക്കെയാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ന്യൂക്ലിക് ആസിഡ്, നമ്മൾ DNA ഒക്കെ എന്താണ്? ന്യൂക്ലിക് ആസിഡ്. പ്രസിപ്പിറ്റേറ്റിംഗ് ന്യൂക്ലിക് ആസിഡ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തൊന്ന് വായിച്ചു നോക്കുക. വൺ ഓഫ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ടു എക്സ്ട്രാക്ട് DNA ഫ്രം പ്ലാന്റ് യൂസസ് അയോണിക് ഡിറ്റർജന്റ് സീറ്റൈൽ. ഇതൊരു അയോണിക് ഡിറ്റർജന്റ് ആണ്, സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്, സി ടാബ്. And this method is also called cetyl trimethyl ammonium bromide is CTAB method. CTAB is a cation surfactant that helps to separate DNA from cellular debris and proteins. സെല്ലുലാർ ഡെബ്രിസും പ്രോട്ടീൻസും എന്താണ്? നമ്മൾ DNA സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൊസീജിയർ ഞാൻ ഇവിടെ കൊടുക്കാൻ വിട്ടുപോയി. അപ്പൊ നിങ്ങൾ എന്തായാലും നോക്കി നോക്കുക സി ടാബ് എന്തൊക്കെയാ. ഈ സി ടാബ് ബഫറിൽ വേറെ വേറെ സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സി ടാബ് ബഫർ ഉള്ളത്. പിന്നെന്താ? It helps to remove contaminants and produce clean DNA suitable for various downs. അതായത് ഇപ്പൊ നമ്മൾ PCR ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കും. PCR നമ്മൾ ആംപ്ലിഫൈ ചെയ്യൂലേ, നമ്മൾ DNA ഒക്കെ എടുത്തിട്ട് ഇല്ലേ? അപ്പൊ അതിനൊക്കെ വേണ്ടി നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഒരു DNA കിട്ടണം. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ DNA നമുക്ക് PCR ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പൊ ആ പ്ലാന്റിൽ നിന്ന് നമുക്ക് എന്താണ് പ്യുവർ ആയിട്ടുള്ള ഒരു DNA കിട്ടണമെങ്കിൽ അതിന് പ്യുവർ ആയിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സി ടാബ് മെത്തേഡ്. അല്ല, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സി ടാബ് ബഫറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. 2% സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡും 1% പോളിവിനൈൽ പൈറോളിഡനും പിന്നെ 100 മൈക്രോമോളാർ എന്താണ് ട്രിസ് HCl, പിന്നെന്താ 1.4 മോളാർ NaCl, പിന്നെന്താ 20 മില്ലിമോളാർ EDTA ഓർ സി ടാബ് എക്സ്ട്രാക്ഷൻ ബഫർ. ഓക്കെ, അപ്പൊ ഈ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഈ 2% സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്, 1% പോളിവിനൈൽ പൈറോളിഡൻ. ഈ പ്രൊസീജിയർ ഞാൻ കൊടുക്കാൻ വിട്ടുപോയതാണ്, അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കാം. PPT നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ. പിന്നെ HCl ഉണ്ട്, NaCl ഉണ്ട്, EDTA ഉണ്ട്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സി ടാബ് മെത്തേഡ് ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മീസോഗമി, പോറോഗമി, സീനോഗമി, ചെലാസോഗമി ഒക്കെ കേട്ടിട്ടുണ്ടോ? യെസ് മാം. ഓക്കെ, ഓർമ്മയുണ്ടോ എന്താണ്? ചെറുതായിട്ടൊക്കെ. Entry of pollen tube into the ovule through funiculus or integuments is referred to as. ഏതാണ്? മീസോഗമി ആണോ, പോറോഗമി ആണോ, സീനോഗമി ആണോ, ചെലാസോഗമി ആണോ? ഏതാണ്?
അതായത് എന്താന്ന് വെച്ചാല് പോളിനേഷൻ എന്താണ്? പോളിനേഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ പോളൻ ഗ്രെയിൻസ് എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്നുള്ള പോളൻ ഗ്രെയിൻസ് എന്താണ്? അല്ലെങ്കിൽ മൈക്രോസ്പോർ എന്ന് പറയും. അതെന്താണ്? അത് ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാ? പോളിനേഷൻ എന്ന് പറയാ. അപ്പൊ സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? ഈ പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്തിട്ട് അത് സ്റ്റൈലിന്റെ ഉള്ളിൽ കൂടി പോളൻ ട്യൂബ് ഫോം ചെയ്തിട്ട് എവിടെ എത്തും? ഓവറിന്റെ ഉള്ളിലേക്ക് എത്തും. എന്നിട്ട് ഓവറിന്റെ ഉള്ളിൽ നിന്ന് അത് ഓവ്യൂളിന്റെ ഉള്ളിലേക്ക് പോയി എഗ് സെല്ലുമായിട്ട് എന്താണ് ഫ്യൂസ് ചെയ്തിട്ട് ഒക്കെ എൻഡോസ്പേം ഒക്കെ ഉണ്ടാവുന്ന നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? Yes, ma'am. ആ സംഭവങ്ങളൊക്കെ നടക്കും. എങ്ങനെയാണ്? പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിലെത്തി സ്റ്റിഗ്മേന്റെ അവിടുന്ന് ജെർമിനേറ്റ് ചെയ്ത് സ്റ്റൈലിന്റെ ഉള്ളിൽ കൂടിയ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി എന്നല്ലേ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അപ്പൊ സ്റ്റൈലിന്റെ ഉള്ളിൽ കൂടി എവിടെത്തും? ഓവറിന്റെ ഉള്ളില് പിന്നെ ഒവിയലിന്റെ ഉള്ളിലേക്ക് എത്തും. ഈ പോളൻ ഗ്രെയിന് രണ്ട് സെല്ലാണ് ഉണ്ടാവുക. അതിൽ ഒരു സെല്ല് എഗ് സെല്ലുമായിട്ടും ഒരു സെല്ല് എന്താണ് പോളാർ ന്യൂക്ലിയായിട്ടും ഒക്കെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടും പിന്നെ എൻഡോസ്പേം ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഓർക്കുക. അപ്പൊ ഒവ്യൂളിന്റെ ഉള്ളിലേക്ക് എത്തണം ഈ പോളൻ ട്യൂബ്. അപ്പൊ അത് ഏത് ഭാഗത്തു കൂടിയാണ് ഉള്ളിലേക്ക് എത്തണം അതിനനുസരിച്ചാണ് മീസോഗമി, പോറോഗമി അതൊക്കെ പറയുന്നത്. സീനോഗമി എന്ന് പറഞ്ഞാല് എന്താണെന്നറിയോ? നമ്മളെ ക്രോസ് പോളിനേഷൻ ഇല്ലേ, അതിന്റെ വേറൊരു പേരാണ് സീനോഗമി. അപ്പൊ ഈ കൂട്ടത്തിൽ പെടാത്ത ഒരാളാണ് സീനോഗമി. അതായത് ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോസ് പോളിനേഷൻ എന്താണ്? എന്താ രണ്ട് Plant. ഇതിന്ന് ആ നമ്മൾ സെൽഫ് പോളിനേഷന്റെ ഓപ്പോസിറ്റ്, ഒരു പ്ലാന്റിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് മറ്റേ പ്ലാന്റിലേക്ക് വന്നിട്ട് പോളിനേഷൻ നടക്കുക. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉള്ള ഫ്ലവറിന്ന് അങ്ങോട്ട് കൊണ്ടോ അല്ലെങ്കിൽ ആ ഫ്ലവർ തന്നെ ഉള്ള പൊള്ളനായിട്ട് പോളിനേഷൻ നടക്കും. അപ്പോ എന്താണ്? ഇതാണ് എന്ത് നമ്മള് പറഞ്ഞ ഇവിടെ എന്താണ്? സ്റ്റിഗ്മയില് പോളൻ ഗ്രെയിൻ വന്നും അത് രണ്ട് സ്പേം ഉണ്ടാവുക, രണ്ട് സെല്ലുകളാണ് ഉണ്ടാവുക. അത് എവിടെ എത്തും? ഓവ്യൂളിനുള്ളിലെത്തി ഫ്യൂസ് ചെയ്യും. പിന്നെ ഇത് ഒവ്യൂളിന്റെ സ്ട്രക്ചർ ആണ്. ചെലാസെൽ എൻഡ് ഉണ്ട്, മൈക്രോബൈലാർ എൻഡ് ഉണ്ട്, ഇൻഡഗുമെന്റ്സ് ഉണ്ട്, ഫ്യൂണിക്കുലസ് ഉണ്ട്, ഹൈലം ഉണ്ട്. അങ്ങനെയുള്ള ആ ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇനി പറയുന്നത് അതായത് മീസോഗമി എന്ന് പറഞ്ഞാൽ ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ദി ഒവ്യൂൾ ത്രൂ ദി ഇൻഡഗുമെന്റ് ഈസ് നോൺ ആസ് മീസോഗമി. ഇൻഡഗുമെന്റിന്റെ ഉള്ളിൽ കൂടിയാണ് മീസോഗമി എന്ന് പറഞ്ഞാല് ഈ ഇൻഡഗുമെന്റിന്റെ ഉള്ളിൽ കൂടിയാണ് പോളൻ ട്യൂബ് വരുന്നുണ്ട്. ഈ ഫിഗർ നോക്കുക. അതിനാണ് നമ്മൾ മീസോഗമി എന്ന് പറയുക. ഓക്കെ, ഇത് കുക്കുംബിറ്റ ഫാമിലിയിലൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. ഇനി എന്താണ്? വെൻ ദ പോളൻ ട്യൂബ് എൻറ്റേഴ്സ് ത്രൂ ദി ഇറ്റ് ഈസ് കോൾഡ് പോറോഗമി വെൻ ഇറ്റ് ഈസ് എൻറ്റേഴ്സ് ത്രൂ ദി മൈക്രോപൈലാർ എൻഡ്. ഏതാണ് മൈക്രോപൈലാർ എൻഡ്? ഇതാണല്ലേ. ഇത് ചലാസയും ഇത് മൈക്രോപൈലാർ എൻഡും. അപ്പൊ മൈക്രോപൈലാർ എൻഡ് കൂടിയാണെങ്കിൽ പോറോഗമി. ഇനി എന്താണ്? ചലാസോഗമി എന്ന് പറഞ്ഞാല് അത് സിമ്പിൾ ആണല്ലേ. ചലാസോഗമി എന്ന് പറഞ്ഞാല് ചലാസെല്ലിൽ എൻഡ് കൂടിയാണെങ്കിൽ എന്താണ്? ചലാസോഗമി. നോക്കുക, പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്നത് ചലാസെൽ റീജിയൻ കൂടിയാണെങ്കിൽ ചലാസോഗമി. ഓക്കെ, അപ്പൊ പോറോഗമി എന്ന് പറഞ്ഞാല് മൈക്രോപൈലാർ എൻഡ്, മീസോഗമി എന്ന് പറഞ്ഞാല് ഇൻഡഗുമെന്റ്, ചലാസോഗമി എന്ന് പറഞ്ഞാല് ചലാസെൽ എൻഡ് കൂടിയ. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? യെസ് മാം. ഓക്കെ, ഇനി ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചാൽ ഈസ് കോസ്ഡ് ബൈ. ബ്രിഞ്ചാല് ആരാണ്? ഏത് പ്ലാന്റ് ആണ് ബ്രിഞ്ചാല്? എഗ് പ്ലാന്റ്. എഗ് പ്ലാന്റ്. അപ്പോ എന്ത്? ഒന്നും പറഞ്ഞില്ല. ഓക്കെ. അപ്പൊ ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചാൽ കോസ് ചെയ്യുന്നത് ആരാ? മൈക്കോപ്ലാസ്മയാണ് ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചാൽ ഫോം ചെയ്യുന്നത്, ഈ ഡിസീസ് കോസ് ചെയ്യുന്നത്. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മള് ഇത് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്ന മൈക്കോപ്ലാസ്മനെ നമ്മൾ എന്ത് വിളിക്കും? ഫൈറ്റോപ്ലാസ്മ എന്ന് പറയാം.
ഫൈറ്റോ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് റിലേറ്റഡിനെ നമ്മൾ ഫൈറ്റോ എന്നാണ് പറയാ. അപ്പോ ഫൈറ്റോപ്ലാസ്മ എന്ന് പറഞ്ഞാല് മൈക്കോപ്ലാസ്മ, പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന മൈക്കോപ്ലാസ്മ. എന്താണ് മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൈക്രോസ്കോപ്പിക് സെൽ വാൾ ഇല്ലാത്ത, സെൽ വാൾ ലെസ് പ്രോകാരിയോട്ട് ആണ് മോളിക്യൂൾസ് ക്ലാസ്സിലുള്ള സെൽ വാൾ ലാക്കിംഗ് ആയിട്ടുള്ള പ്രോകാരിയോട്ട് ആണ് ആര് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചാൾ എന്താ നോക്കാം. Eggplant, a widely grown vegetable globally, faces various diseases with little leaf disease caused by mycoplasma, specifically phytoplasma being most severe, leading to the significant economic loss. അതങ്ങ് ഒന്ന് അറിയുന്ന കാര്യമാണ്. ഏത് പ്ലാന്റ് ഡിസീസ് ഉണ്ടായാലും എന്താണ് എക്കണോമിക് ലോസ് ഉണ്ടാവും. ഇൻഫെക്റ്റഡ് പ്ലാന്റ് എക്സിബിറ്റ്, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. എന്താണ് സ്മോൾ ലീവ്സ്, ലിറ്റിൽ ലീഫ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ കാണുന്ന സിംറ്റംസ് എന്താണ്? അതിലുണ്ടാകുന്ന ലീഫ് ഒക്കെ എന്താവും? ചെറുതായി പോകും, സ്മോൾ ലീവ്സ് ആയിരിക്കും. പിന്നെന്താണ് ഷൂട്ട് പ്രോലിഫറേഷൻ, അതായത് അതിന്റെ ഷൂട്ട് ഇങ്ങനെ അൺകൺട്രോളബിളി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. ഫില്ലോഡി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് നമ്മള് ബഡ് ഒക്കെ ഫോം ചെയ്യുകയാണെങ്കിൽ ഫില്ലോഡി എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഡെവലപ്മെന്റ് ഓഫ് ഫ്ലോറൽ പാർട്സ് ഇൻ ടു ലീഫി സ്ട്രക്ചേഴ്സ്. ഈ ഫ്ലോറൽ പാർട്സ് ഇല്ലേ, അതായത് ഈ ഫ്ലവറിന്റെ ഓരോ പാർട്ടൊക്കെ എന്താണ്, ഇപ്പൊ ഫ്ലവറിനെ നിങ്ങൾ ആലോചിക്കുന്നത് അതിന്റെ ഇതളുകളും ഒക്കെ ഒരു ലീഫ് പോലുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുക, അതാണ് ഫില്ലോഡി. ഫ്ലോറൽ പാർട്സ് ഒക്കെ എന്താണ് ഒരു ലീഫി ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് മാറുക. അപ്പൊ ഫില്ലോഡി ഏതിന്റെ സിംറ്റം എന്ന് വെച്ചാൽ ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചാളിന്റെ സിംറ്റം ആണ്. ഇത് കോസ് ചെയ്യുന്നത് ആരാണ്? മൈക്കോപ്ലാസ്മയാണ്. മൈക്കോപ്ലാസ്മ എന്താണ്? പ്രോകാരിയോട്ട് ആണ്, അതിനെന്താണ് സെൽ വോൾ ഇല്ല. ഓക്കെ, പിന്നെന്താണ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത്. മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ് ഡിസീസിനും സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉണ്ട്. അതിന്റെ ഗ്രോത്ത് ഒക്കെ കുറഞ്ഞ് അതിന്റെ ഈൽഡ് ഒക്കെ കുറഞ്ഞ് അതിന്റെ ഫ്രൂട്ട് കാര്യങ്ങളൊന്നും കിട്ടാത്ത, അതിന്റെ ഗ്രോത്ത് ഒക്കെ സ്റ്റാൻഡേർഡ് ആയി പോവാ. ദ ഡിസീസ് ഇസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ ഇന്ത്യ ബൈ തോമസ് ആൻഡ് കൃഷ്ണസ്വാമി. തോമസും കൃഷ്ണസ്വാമിയാണ് ഈ ഡിസീസ് ഫസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫൈറ്റോപ്ലാസ്മ പ്രീവിയസ്ലി നോൺ ആസ് മൈക്കോപ്ലാസ്മ ലൈക്ക് ഓർഗാനിസംസ്. ആദ്യം അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് പ്ലാന്റിനുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് സ്പെസിഫിക്കലി നമ്മൾ ഫൈറ്റോപ്ലാസ്മ എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചാളിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? ഇത് ഫസ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആ പ്ലാന്റിന്റെ ലീഫൊക്കെ എന്താവും? ചെറുതായി പോവും. പിന്നെന്താ ഉണ്ടാവുക? ഷൂട്ട് പ്രോലിഫറേഷൻ ഉണ്ടാവും, ഫില്ലോഡി ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ഗ്രോത്ത്. ഓക്കെ, ഇത് ഓർത്തു വെക്കുക. പിന്നെ തോമസ് ആൻഡ് കൃഷ്ണസ്വാമിയാണ് ഇത് ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? സി ടാബ് മെത്തേഡ് പറഞ്ഞു. നമ്മൾ പ്ലാന്റിന്റെ DNA എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് സി ടാബ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് സ്ക്ലീറോസ്പോറ ഗ്രാമിനിക്കോള കോസസ് എ ഡിസീസ് കോൾഡ്. ഏത് ഡിസീസ് ആണ്? ഡൗൺ മിൽഡ്യൂ ഓഫ് പി ആണോ? ഡൗൺ മിൽഡ്യൂ ഓഫ് മസ്റ്റാർഡ് ആണോ? ഗ്രീൻ ഇയർ ഡിസീസ് ആണോ? വാർട്ട് ഓഫ് പൊട്ടാറ്റോ ആണോ? ഏതാണ്? ഗ്രീൻ ഇയർ ഡിസീസ് ആണ്. അതായത് ഗ്രീൻ ഇയർ ഡിസീസ് ഇതിനൊരു വേറൊരു പേര് കൂടെ ഉണ്ട്, ഡൗൺ മിൽഡ്യൂ ഓഫ് പേൾ മില്ലറ്റ്. പേൾ മില്ലറ്റ് കേട്ടണോ നിങ്ങള്? ബജ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടണോ പേൾ മില്ലറ്റ്? യെസ്, കേട്ടണം. ഓക്കെ. അപ്പൊ ഈ ഗ്രീൻ ഇയർ ഡിസീസ് എന്ന് പറയുന്ന അതിന്റെ വേറൊരു പേരാണ് ഡൗൺ മിൽഡ്യൂ ഓഫ് പേൾ മില്ലറ്റ്. ഇത് കോസ് ചെയ്യുന്നത് സ്ക്ലീറോസ്പോറ ഗ്രാമിനിക്കോള എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗസ് ആണ്. ഓർത്ത് വെക്കുക, സ്ക്ലീറോസ്പോറ ഗ്രാമിനിക്കോള എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗസ് ആണ് ഡൗൺ മിൽഡ്യൂ ഓഫ് പേൾ മില്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസീസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ടിപ്പിക്കൽ ഡൗൺ മിൽഡ്യൂ സിംറ്റംസ് ഇൻക്ലൂഡ് സ്പോറുലേഷൻ ഓൺ ദി അബാക്സിയൽ ലീഫ് സർഫേസ്. അതായത് ആ ലീഫിന്റെ താഴ്ഭാഗത്ത് കുറെ സ്പോറുകൾ ഉണ്ടാവും. ഈ ഫംഗസിന്റെ സ്പോറുകൾ ഈ ലീഫിന്റെ അബാക്സിയൽ സർഫേസ് എന്ന് പറഞ്ഞാൽ ലോവർ സൈഡില്. പിന്നെന്താണ് ക്ലോറോസിസ് ഉണ്ടാവും. അതായത് അതിന്റെ ഗ്രീൻ കളറൊക്കെ ഇങ്ങനെ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ ക്ലോറോസിസ് എന്ന് പറയാ, ഗ്രീൻ കളർ പോവുക. പിന്നെ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, പിന്നെ ആൻഡ് മാൽഫോർമേഷൻ ഓഫ് ദി ഇയർ ഹെഡ്സ്. ഇവിടെ ഇയർ ഹെഡ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഇൻഫ്ലോറസെൻസ്, അതില് ഡിഫറൻസസ് മാൽഫോർമേഷൻസ് ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞാൽ ഗ്രീൻ കളർ പോവും, അബാക്സിയൽ സർഫസിൽ സ്പോറുകൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ ഫംഗസിന്റെ സ്പോറുകൾ ഇതിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഇതാകുമ്പോൾ അതെന്താണ്
അതൊന്ന് ഇങ്ങനെ താഴ്ന്നു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡൗണി മിൽഡ്യൂ എന്ന് പറയുന്നത്. Okay, down mildew in pearl millet shows symptoms like yellowing at the base of the leaf. ലീഫിന്റെ ബേസിൽ yellowing ഉണ്ടാവും. പ്രോഗ്രസിങ് ടു യങ്ങർ ലീവ്സ്. അത് പിന്നെ യങ്ങർ ലീവ്സിലും സാധാരണ ഓൾഡർ ലീവ്സിൽ സാധാരണ ചിലപ്പോൾ യെല്ലോയിങ് കാണും. ഫസ്റ്റ് ഓൾഡർ ലീഫിൽ ഉണ്ടാവും, പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ യങ്ങർ ലീവ്സിലും കൂടി യെല്ലോയിങ് ഉണ്ടാവും. എ ഡൗണി അപ്പിയറൻസ് കോസ്ഡ് ബൈ സ്പോർസ്. ഞാൻ പറഞ്ഞു ഡൗണി അപ്പിയറൻസ് ഉണ്ടാവും. ഇപ്പൊ ലീഫിന്റെ ഇപ്പൊ നമ്മള് ഈ ലീഫിന്റെ താഴെ എന്തെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാല് കനം കൂടി കഴിഞ്ഞാല് അങ്ങനെ താഴൂല. അതേപോലെ സ്പോറിന്റെ കാരണം കൊണ്ട് എന്താണ് ഒരു ഡൗണി അപ്പിയറൻസ് ഉണ്ടാവും. സിവിയർ ഇൻഫെക്ഷൻസ് ആൻഡ് ലീഡ് ടു സ്റ്റാൻഡേർഡ് പ്ലാന്റ്സ് വിത്തൗട്ട് പാനിക്കിൾസ്. അതായത് പാനിക്കിലാണ്, സ്പൈക്കോർ പാനിക്കിളാണ് ഇവരുടെ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് പേൾ മില്ലറ്റിന്റെ. നിങ്ങൾ കുറെ ഇൻഫ്ലോറസൻസ് ടൈപ്പ് പഠിച്ചിട്ടില്ലേ? Yes. ആ, അപ്പൊ ഇവരുടെ ഇൻഫ്ലോറസൻസ് ആണിത്. അപ്പോ സിവിയർ ആയിട്ട് പ്ലാന്റിന് സിവിയർ ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ പ്ലാന്റ്സിൽ ഇൻഫ്ലോറസൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഗ്രീൻ ഇയർ സിംറ്റംസ് എമർജ് ഡ്യൂറിങ് ഫ്ലവറിങ്, ട്രാൻസ്ഫോമിങ് ഫ്ലോറൽ പാർട്സ് ഇൻ ടു ലീഫി സ്ട്രക്ചേഴ്സ്. ദീസ് structures, sometimes chlorotic, can show spore growth. In some cases green ear is the only sign. അതായത് ഗ്രീൻ ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഈ ഫിഗർ കണ്ടോ? Yes. ഇവിടെ കൊടുത്തിട്ടുള്ള അപ്പൊ ഇത് അതിന്റെ ഇൻഫ്ലോറസൻസ് ആണ്. അതിന്റെ താഴ്ഭാഗത്ത് നോക്കി, ഇവിടെ ഇതിന്റെ ഇൻഫ്ലോറസൻസ്, അതായത് ഇയർ ഹെഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ്? ഒരു ലീഫി സ്ട്രക്ചർ ആയിട്ട് മാറി. ഇതിന്റെ താഴത്ത് നോക്കിയത് ഒരു കുറെ ലീഫ് പോലുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുക. അതാണ് ഈ സ്ക്ലിയറോസ്പോറ ഗ്രാമിനിക്കോള എന്ന് പറയുന്ന ഫംഗസ് കോസ് ചെയ്യുന്ന ഡൗൺ മിൽഡ്യൂ ഓഫ് പേൾ മില്ലറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ഇയർ ഡിസീസിന്റെ സിംറ്റം എന്ന് പറയുന്നത്. അതിന്റെ ഫ്ലോറൽ പാർട്സ് ഒക്കെ എന്താണ്? ലീഫി സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുക. പിന്നെന്താണ്? സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, യെല്ലോയിങ് ഓഫ് ലീഫ്. അത് ആദ്യം ഓൾഡർ പാർട്സിലായിരിക്കും, പിന്നെ അതിൽ യങ്ങർ പാർട്സ് ഒക്കെ പോകും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് മനസ്സിലായില്ലേ? Yes, ma'am. ഓക്കെ, അപ്പോ ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സിബിറ്റ് ട്യൂണിക്ക കോർപ്പസ് ഓർഗനൈസേഷൻ? എ അറോക്കേരിയ, എഫിഡ്ര, പൈസം, ഓൾ ദി അബോവ്. അങ്ങനെ ഇതില് ഈ 2022 ക്വസ്റ്റ്യൻസ് നോക്കിയ സമയത്ത്, ആൻസേഴ്സ് നോക്കിയ സമയത്ത് പല പല ഇതിലും പല സൈറ്റിലും പല ഇതിലും ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരുന്നു. അപ്പോൾ കുറെ ആൻസേഴ്സ് ആദ്യം വരുന്ന സമയത്ത് കുറെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ കീ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ഗൂഗിളൊക്കെ നോക്കി നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളും അതേപോലെ ചെയ്യണം. നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, പക്ഷെ ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ആൻസർ അത് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായാലും നിങ്ങൾ ആൻസർ ശരിയാവുമല്ലോ. അങ്ങനെ, അപ്പൊ ഏതായാലും ഇത് നോക്കാം. ഇതെന്താണ്? ട്യൂണിക്ക കോർപ്പസ് തിയറി ഓർമ്മ ഉണ്ടോ എന്താണെന്ന്? എന്തായിരുന്നു? നമ്മള് ഷൂട്ട് Transverse ആയിട്ട് ആ അതാണ്. എന്ത്? ട്രാൻസ്വേഴ്സ് ആയിട്ട് ഡിവിഷൻ നടക്കുന്നതാണോ? അതന്നെ. അപ്പൊ എന്താണ് ട്യൂണിക്ക കോർപ്പസ് തിയറി എന്ന് പറഞ്ഞാല് നമ്മളുടെ ഷൂട്ടിന്റെ തിയറി ആയിരുന്നു അല്ലെ? ട്യൂണിക്ക കോർപ്പസ് ഓർഗനൈസേഷൻ ഡിസ്ക്രൈബ്സ് ദ ഗ്രോത്ത് ഓഫ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റംസ് ഇൻ മെനി യൂഡിക്കോഡ്സ്. യൂഡിക്കോഡ്സ് എന്ന് പറഞ്ഞാല് ഡൈക്കോഡ്സിലൊക്കെ വരുന്ന സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർ. The Unicode shoot apical meristem has distinct structures that consist of outer layer known as tunica and inner layer known as എന്താണ്? കോർപ്പസ്. കോർപ്പസ് ഓഫ് ടൂണിക്ക. ഔട്ടറിലെ ടൂണിക്ക ആൻഡ് ഇന്നറിലെ കോർപ്പസ്. ആ ഓർഡറിൽ പഠിച്ചാൽ മതി. ഔട്ടർ ഇന്നർ എന്നല്ലേ നമ്മൾ പറയാ. അതേപോലെ ടൂണിക്ക കോർപ്പസ് അങ്ങനെയല്ലേ? കോർപ്പസ് ടൂണിക്ക നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു ഓർഡർ ഓർത്ത് വെച്ചാൽ മതി. Cells in tunica divide anticlinally, producing new cells for shoot surface. The corpus divides periclinally, supplying to new cells to form stem interior. അതായത് ട്യൂണിക്ക എങ്ങനെയാണ്? നമ്മൾ എപ്പിഡെർമിസ് ആന്റിക്ലൈനലി ഡിവൈഡ് ചെയ്തിട്ട്
ഷൂട്ടിന്റെ സർഫസ്, അതായത് എപ്പിഡെർമിസ് ഒക്കെയാണ് ഫോം ചെയ്യുന്നത്. ഇനി കോർപ്പസ് പെരിക്ലൈനലി ഡിവൈഡ് ചെയ്തിട്ട് സ്റ്റെമ്മിന്റെ ഇന്റീരിയർ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെയാണ് ഫോം ചെയ്യുന്നത്. ട്യൂണിക്ക കോർപ്പസ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ജിംനോസ്പേംസ്. അതായത് ജിംനോസ്പേംസിൽ ട്യൂണിക്ക കോർപ്പസ് തിയറി ഫൗണ്ട് ചെയ്യുന്നില്ല. അതായത് അരൗക്കേരിയ, എഫിഡ്ര അതൊക്കെ ജിംനോസ്പേം ആണ്. അപ്പൊ ജിംനോസ്പേമില് ട്യൂണിക്ക കോർപ്പസ് തിയറി ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ട്യൂണിക്ക കോർപ്പസ് തിയറി ഓഫ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഈസ് ഒബ്സർവ്ഡ് ഇൻ ആൻജിയോസ്പേം ഓൺലി. ക്രിപ്റ്റോഗ്യാംസ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് ജിംനോസ്പേംസ് ഡു നോട്ട് ഷോ ട്യൂണിക്ക കോർപ്പസ് അറേഞ്ച്മെന്റ്. ചില ജിംനോസ്പേമിലൊക്കെ എന്താണ്, ചില ജിംനോസ്പേമില് ട്യൂണിക്ക കോർപ്പസ് തിയറി എന്താണ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടെന്നും ചിലതിലൊന്നും ഇല്ല എന്നാണ് പറയുന്നത് മോസ്റ്റ്ലി. ദ ട്യൂണിക്ക കോർപ്പസ് തിയറി വാസ് പ്രൊപ്പോസ് ചെയ്തിട്ട് സ്മിത്ത് ആണ്. ട്യൂണിക്ക എന്താണ്, ഇറ്റ് ഇസ് എ സിംഗിൾ ലെയർഡ് ആൻഡ് ക്രിയേറ്റ്സ് എപ്പിഡെർമിസ്. നമ്മൾ പറഞ്ഞു എപ്പിഡെർമിസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദ സെൽസ് ഓഫ് ട്യൂണിക്ക ആർ സ്മോളർ ആസ് കമ്പയർഡ് ടു കോർപ്പസ് ആൻഡ് ഡിവൈഡഡ് ബൈ ആന്റിക്ലൈനൽ ഡിവിഷൻസ് മോസ്റ്റ്ലി. കോർപ്പസ് ഇറ്റ് റെപ്രസെന്റ് സെൻട്രൽ കോർ വിത്ത് ലാർജർ സെൽസ്. ദ സെൽസ് ഡിവൈഡ് ഇൻ ടു പ്ലെയിൻസ്, ആന്റിക്ലൈനൽ ആൻഡ് പെരിക്ലൈനൽ ഒക്കെയാണ് പറയുന്നത്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ട്യൂണിക്ക കോർപ്പസ് തിയറി, ആ തിയറീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് നോക്കണം. നോട്ട് ചെയ്ത് വെച്ചോളൂ എന്തൊക്കെയാ നിങ്ങൾ നോക്കാൻ പറഞ്ഞു. ഈ ഡിസീസിന്റെ ഒക്കെ അതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിന്റെ കൂടെ പറയുന്ന കാര്യങ്ങള് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആ തിയറീസ് ഒക്കെ നിങ്ങൾ നോക്കാൻ മറക്കരുത്. റൂട്ടിന്റെ ഷൂട്ടിന്റെ ഒക്കെ ഹിസ്റ്റോജൻ തിയറി, ട്യൂണിക്ക കോർപ്പസ് തിയറി, കോപ്പർ കാപ്പെ തിയറി, അങ്ങനെ കുറച്ച് തിയറീസ് ഉണ്ടല്ലോ. അതിന്റെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക, അതിന്റെ പോയിന്റ്സ് എഴുതി വെക്കുകയൊക്കെ ചെയ്യുക. ഓക്കെ. പിന്നെ പറയുന്നത്, ഇത് ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാക്സിമം ബയോഡൈവേഴ്സിറ്റി പ്രസന്റ് ചെയ്തിട്ടുള്ള ഏത് റീജിയനിലാണ്? Tropical region. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രോപ്പിക്കൽ ഫോറസ്റ്റ്സ് ഹാവ് ദി ലാർജസ്റ്റ് ലിവിംഗ് ബയോമാസ് ആൻഡ് some of the highest rates of terrestrial biodiversity. Biodiversity decreases with the increasing altitude. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ബയോഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്യും. ഇക്വേറ്ററിലായിരിക്കും ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത്. പിന്നെ ട്രോപ്പിക്കിൽ പോകുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ബയോഡൈവേഴ്സിറ്റി കുറയും. ആർട്ടിക്കിൽ പോകുമ്പോൾ അതിനേക്കാളും കുറയും. ഇങ്ങനെ ഇക്വേറ്ററിന് ട്രോപ്പിക്ക് പോവാന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് കൂടി, ലാറ്റിറ്റ്യൂഡ് കൂടി, ലാറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ പറയാം. ലാറ്റിറ്റ്യൂഡ് കൂടി. പിന്നെ ട്രോപ്പിക്കിന്ന് ടെമ്പറേച്ചർക്ക് പോകുമ്പോൾ പിന്നെയും ലാറ്റിറ്റ്യൂഡ് കൂടും. അങ്ങനെ പോളാർ റീജിയനിക്ക് പോകുമ്പോൾ വീണ്ടും എന്ത് കൂടും, ലാറ്റിറ്റ്യൂഡ് കൂടും. അപ്പൊ ലാറ്റിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ബയോഡൈവേഴ്സിറ്റി ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പൊ ഇവിടെ എന്താണ്, ട്രോപ്പിക് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ നമ്മള് ഇക്വറ്റോർ റീജിയൻ ഇല്ല, അതുകൊണ്ട് ട്രോപ്പിക്കൽ റീജിയനിലായിരിക്കും ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത്. അതൊക്കെ മറക്കരുത്. ഓക്കെ. ഇനി പറയുന്നത് എന്താണ്, ദ പാറ്റേൺ ഇൻ വിച്ച് ലീവ്സ് ആർ ഫോൾഡഡ് ഇൻ ദി ബഡ് ഇൻ റിലേഷൻ ടു വൺ അനദർ. അതായത് ലീവ്സ് ബഡിന്റെ ഉള്ളിൽ ഫോൾഡ് ചെയ്ത് വെക്കുക. ആ പാറ്റേണിന് എന്താണ് പറയുക, ആ പാറ്റേണിന് പറയുന്ന പേരെന്താണ്? ഇത് കുറച്ച് എന്താണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് വെനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെനേഷൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ഇൻ ദ ലീഫ്. ലീഫിൽ എന്താണ് വെയിൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ വെനേഷൻ എന്ന് പറയാം. അതായത് പാരലൽ വിനേഷൻ, റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്നൊക്കെ പറഞ്ഞത്. റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്തിന്റെ ക്യാരക്ടർ ആണ്? ഡൈക്കോട്ട്. ഡൈക്കോട്ടിന്റെ. പാരലൽ വിനേഷൻ മോണോക്കോട്ടിന്റെ ക്യാരക്ടർ. ഫില്ലോടാക്സി അപ്പൊ എന്തായിരിക്കും? അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റെം ബ്രാഞ്ചസിൽ സ്റ്റെമ്മിൽ എന്താണ് ലീഫ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ഫില്ലോടാക്സി എന്ന് പറയാം. അപ്പൊ അതിനെ രണ്ടിനും നമുക്ക് ഒഴിവാക്കുക. അത് സിമ്പിൾ ആയിട്ട് നമുക്ക്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആൻസേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ വിനേഷനും ഫില്ലോടാക്സിയും നമുക്ക് അറിയാം. അപ്പൊ അതിനെ രണ്ടിനും നമ്മൾ ഒഴിവാക്കി. ഇനി നോക്കേണ്ടത് ടൈക്സിസും വെർണേഷനുമാണ്. അപ്പൊ അത് എന്താ നമുക്കറിയണം. ഓക്കെ. അപ്പൊ അത് രണ്ടും നോക്കുകയാണെങ്കിൽ രണ്ടും ഒരു സിമിലർ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ടൈക്സിസ് ഈസ് എ ബയോളജിക്കൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഫോൾഡിംഗ് ഓർ റോളിംഗ് അപ്പ് ഓഫ് ലീവ്സ് ഓർ പെറ്റൽസ് ഇൻ എ പ്ലാന്റ് ബഡ്. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയാ? ടൈക്സിസ് എന്ന് പറയാ.
ഈ ലീവ്സ് അല്ലെങ്കിൽ പെറ്റല് പ്ലാന്റിന്റെ ബഡിന്റെ പെറ്റലൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോളജിക്കൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഫോൾഡിംഗ് ഓർ റോളിംഗ് അപ്പ് ഓഫ് ലീവ്സ് ഓർ പെറ്റൽസ് ഇൻ എ പ്ലാന്റ് ബഡ്. ആ പ്രോസസ്സിന് നമ്മൾ ടൈക്സിസ് എന്ന് പറയും. ദിസ് ഫോൾഡിംഗ് ഓർ റോളിംഗ് അപ്പ് ഈസ് എ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ദാറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ഡെലിക്കേറ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് ഫ്രം എക്സ്റ്റേണൽ ഡാമേജ് ഓർ ഹാഷ് വെതർ കണ്ടീഷൻ. നമ്മൾ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ടാണ് ഇതുള്ളത്. കാരണം ഇങ്ങനെ ഉള്ളിക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡാമേജ് ആവുന്ന സിറ്റുവേഷൻ കുറയുന്നാണ് പറയുന്നത്. ദ ടേം ടൈക്സിസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ടൈക്സി എന്ന് പറയുന്ന വേർഡ് നിന്നാണ്, വിച്ച് മീൻസ് ഫോൾഡ് റോൾ അപ്പ് എന്നാണ്. Plant that exhibit taxis includes ferns, cycads, certain flowering plants. അത് ഇവർക്ക് ഫേൺസ്, സൈക്കഡ്സ്, ചില ഫ്ലവറിംഗ് പ്ലാന്റ്സിലൊക്കെയാണ് ടൈക്സിസ് ഉള്ളത്. The process of taxis is controlled by a specialized group of cells called motor cells. Motor cells ആണ് എന്ത് ടൈക്സിസ് കൺട്രോൾ ചെയ്യുന്നത്, വിച്ച് ആർ പ്രസന്റ് ഇൻ ദി പ്ലാന്റ് ബഡ്. ബഡിന്റെ ഉള്ളിലുള്ള മോട്ടോർ സെൽസ് ആണ് ഈ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത്. എന്താണ്? പ്ലാന്റിന്റെ ബഡിന്റെ ഉള്ളിലുള്ള മോട്ടോർ സെൽസ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ദിസ് മോട്ടോർ സെൽസ് റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ലൈറ്റ്, ട്രിഗർ ദി ഫോൾഡിംഗ് ഓർ റോളിംഗ് അപ്പ് ഓഫ് ദി. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഈ ടെമ്പറേച്ചർ കൂടുക, അങ്ങനെ എന്തെങ്കിലും അൺഫേവറബിൾ കണ്ടീഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ ഡെലിക്കേറ്റ് ആയിട്ട് പെട്ടെന്ന് പൊട്ടി പോകുന്ന ഈ പാർട്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബഡിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നതിന് ആ പ്രോസസ്സിന് നമ്മൾ ടൈക്സിസ് എന്ന് പറയും. ഇനി വെർണേഷൻ എന്ന് പറഞ്ഞാല് ദ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലീഫ് ഓർ ലീഫ്ലെറ്റ് ഇൻ എ പ്ലാന്റ് ബഡ്. ആ അറേഞ്ച്മെന്റിനാണ് എന്ത് പറയുന്നത്? വെർണേഷൻ എന്ന് പറയാം. പ്രോസസ്സിന് നമ്മൾ ടൈക്സിസ് എന്ന് പറഞ്ഞു. വെർണേഷൻ the arrangement of leaves or leaflet in a plant bud. It refers to the way in which the leaves or leaflets are folded or arranged within the bud before they emerge. അത് എന്താ പുറത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മളിത് പറയാ. The term vernation is derived from the Latin word vernere, which means flourish or flourish in spring. There are several type of vernation, including convolute. അങ്ങനെ കുറെ ടൈപ്പ് വെർണേഷൻ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കൂ. മനസ്സിലായില്ലേ? പ്ലാന്റ് സിസ്റ്റമാറ്റിക്സിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? റെക്കോർഡഡ് വീഡിയോ? ഹലോ, ഇല്ല? അത് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഫുൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത്? ഇതൊക്കെ അറിയാം. ഓക്കെ. അപ്പോ സ്പെസിമെൻ അതർ ദാൻ ഐസോടൈപ്പ്, ഹോളോടൈപ്പ്, സിൻ ടൈപ്പ് മെൻഷൻഡ് ഇൻ ദി പ്രോട്ടോലോഗ് ഏതാണ്? പാരാടൈപ്പ് ആണ്. അതായത് നമുക്ക് എന്തൊക്കെയാ നോക്കുക. ഹോളോടൈപ്പ് എന്തായിരുന്നു? നമ്മള് ഓതർ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഓതർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ടൈപ്പിഫിക്കേഷൻ ഒക്കെ ഓർമ്മ ഉണ്ടോ? അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങളൊരു സയന്റിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, ടാക്സോണമിസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫീൽഡിൽ പോയപ്പോ ഒരു പുതിയ പ്ലാന്റ് കണ്ടു. അപ്പൊ പുതിയ ഒരു പ്ലാന്റ് നമ്മൾ കണ്ടെത്തുമ്പം അതിനൊരു ടൈപ്പ് നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പൊ അതിന് അങ്ങനെ മെൻഷൻ ചെയ്യാൻ നമ്മൾ ആ പ്ലാന്റിന്റെ ഒരു ഹെർബേറിയം ഒക്കെ ആയിട്ട് സൂക്ഷിക്കാൻ ചെയ്യും. നമുക്ക് ഒരാൾക്ക് ആ പുതിയ പ്ലാന്റിനെ കുറിച്ച് റെഫറൻസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഹെർബേറിയം ഷീറ്റിൽ ആ പ്ലാന്റിനെ മൗണ്ട് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ ഓതർ മെൻഷൻ ചെയ്യുന്ന, ഓതറെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നതാണ് ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ആ ഫീൽഡിൽ നിന്ന് കുറെ ആ പ്ലാന്റിനെ തന്നെ കുറെ സ്പെസിമെൻ കളക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവറും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ ഹോളോടൈപ്പ് ആയിട്ട് മെൻഷൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഉള്ള കുറച്ച് ബാക്കി എണ്ണത്തിൽ നമ്മൾ എന്താണ്, ബാക്കി എണ്ണവും അതേപോലെ തന്നെ ഉള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും?
ഐസോ ടൈപ്പ് ആയിട്ട് വെക്കും. ഒന്നിനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നിനെ ഹോളോ ടൈപ്പ് ആക്കി മെൻഷൻ ചെയ്തു, ബാക്കി എന്താക്കും ഐസോ ടൈപ്പ് ആയിട്ട് മെൻഷൻ ചെയ്യാണ് ചെയ്യാം. ഇനി സിൻ ടൈപ്പ് എന്ന് പറഞ്ഞാല് ഇനി one of two or more specimens cited in the protologue when no holotype was designated. ഈ ഹോളോടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്യാത്ത സമയത്ത് നമ്മൾ ഒന്നിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സിൻ ടൈപ്പ് എന്ന് പറയുക. അല്ലെങ്കിൽ എന്താണ്, ഇനി one of two or more specimens simultaneously designated as type in the original description. ഒറിജിനൽ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് മോർ ദാൻ വണ്ണ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോളോടൈപ്പും ഡെസിഗ്നേറ്റ് ചെയ്യാൻ മറന്നുപോയി എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ എന്താണ്, ഏതെങ്കിലും അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കുറെ ടൈപ്പുകൾ ഉണ്ടാവല്ലോ, അതിൽ ഒന്നിനെ സെലക്ട് ചെയ്യുക. അത് മനസ്സിലായോ? അതായത് ഈ ആള് ഫീൽഡിൽ പോയ സമയത്ത് ഇപ്പൊ മറ്റേ ഒരു പ്ലാന്റില് എന്താണ്, ഇപ്പൊ മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും കളക്ട് ചെയ്ത് വെച്ചു. അപ്പൊ അതിലേതെങ്കിലും അപ്പൊ രണ്ടിനും ആ ഓർഡർ മെൻഷൻ ചെയ്തിരുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതാണ് സിൻ ടൈപ്പ്. ഇനി ടോപ്പോ ടൈപ്പ് എന്ന് പറഞ്ഞാല് ഹോളോ ടൈപ്പിന്റെ അതേ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഇതാണ് ടോപ്പോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ലെക്ടോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പെസിമെൻ ഓർ ഇലിസ്ട്രേഷൻ ഡെസിഗ്നേറ്റഡ് ആസ് ദി ടൈപ്പ് വെൻ നോ ഹോളോ ടൈപ്പ് വാസ് ഇൻഡിക്കേറ്റഡ് അറ്റ് ദി ടൈം ഓഫ് പബ്ലിക്കേഷൻ. പബ്ലിക്കേഷന്റെ ടൈമിൽ എന്താണ് ഹോളോ ടൈപ്പ് എന്താണ് മെൻഷൻ ചെയ്തിട്ടില്ല. അല്ലെ ഇഫ് പോസിബിൾ ദ ലെക്ടോ ടൈപ്പ് ഷുഡ് ബി സെലക്ടഡ് ഫ്രം ദി സിൻ ടൈപ്പ് ഓർ ഒറിജിനൽ മെറ്റീരിയൽ. ഐസോ ടൈപ്പ് സിൻ ടൈപ്പ് എന്നൊക്കെയാണ് ലെക്ടോ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോ എന്തെങ്കിലും ഓൾറെഡി ഈ ഒന്നല്ലെങ്കിൽ ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ എന്താണ് ഹോളോ ടൈപ്പ് മിസ്സായി അല്ലെങ്കിൽ ഡാമേജ് ആയി കഴിഞ്ഞാല് ബാക്കി ഐസോ ടൈപ്പ് സിൻ ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് ഒന്നിനെടുത്തിട്ട് ഒന്നിനെ സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ ലെക്ടോ ടൈപ്പ് എന്ന് പറയാം. ഇനി നിയോ ടൈപ്പ് അതുപോലെ തന്നെയാണ്. ഇപ്പൊ നമ്മള് എന്താണ് ഹോളോ ടൈപ്പ് മിസ്സായി അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞു, അതേപോലെ തന്നെ അവിടെ ഐസോ ടൈപ്പും സിൻ ടൈപ്പും ഇല്ല, എന്നിട്ട് നമ്മൾ പുതിയതായിട്ട് ഒന്നിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിയോ ടൈപ്പ് എന്ന് പറയാം. നിയോ ടൈപ്പ് അതിന് നമുക്ക് ന്യൂ എന്നുള്ള ഒരു അർത്ഥം വരുന്നത്. സ്പെസിമൻ ഓർ ഇല്ലുസ്ട്രേഷൻ സെലക്ടഡ് ആസ് ദി ടൈപ്പ് വെൻ all of the material on which the name of the taxon was is missing. അതായത് ആ ഒറിജിനൽ മെറ്റീരിയൽസ് ഒക്കെ എന്താണ് മിസ്സിംഗ് ആണ്. ഐസോ ടൈപ്പ് സിൻ ടൈപ്പ് ഒന്നും ഇല്ലെങ്കിൽ പുതിയതായിട്ട് ഒന്നിനെ സെലക്ട് ചെയ്യുന്നതാണ് നിയോ ടൈപ്പ്. ടോപ്പോ ടൈപ്പ് എന്ന് പറഞ്ഞാല് ഹോളോ ടൈപ്പ്. ടോപ്പോ എന്ന് പറഞ്ഞാല് ഒരു ലൊക്കാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണെന്ന് ഓർക്കണം. അപ്പൊ എന്താണ് ഹോളോ ടൈപ്പിന്റെ സെയിം ലൊക്കാലിറ്റിന്ന് കണ്ടെത്തി സെലക്ട് ചെയ്തത്. പിന്നെ ഇത് മനസ്സിലായോ? യെസ് മാം. ഓക്കെ. പാരാടൈപ്പ് എന്ന് പറഞ്ഞാൽ is a specimen cited in the protologue that is neither the holotype nor an isotype nor one of the syn type if two or more specimens were simultaneously designated as types. അപ്പൊ ഈ ടൈപ്പുകൾ നോക്കാതെ നിങ്ങൾ ഒരിക്കലും പോകരുത് കേട്ടോ. ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് ഓഫ് ദി എക്സാംസിന് ചോദിക്കലുണ്ട് ഈ നോമൻക്ലേച്ചറൽ ടൈപ്സ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തിയറീസ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ തിയറീസും നിങ്ങൾ നോക്കണം. പിന്നെ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. ടൈപ്സ് നോക്കാൻ മറക്കരുത്. ഇനി പറയുന്നത് പോളൻ ഗ്രെയിൻസിനെ കുറിച്ചാണ്. ട്രൈക്കോൾപേറ്റ് പോളൻ ഗ്രെയിൻസ് ആർ പ്രസന്റ് ഇൻ ലൗറൈൽസിലാണോ, നിംഫൈൽസിലാണോ, പൈപ്പറൈൽസിലാണോ, ബ്രാസിക്കൽസിലാണോ? കേട്ടണോ ട്രൈക്കോൾപേറ്റ് പോളൻ ഗ്രെയിൻസും മോണോകോൾപേറ്റ് പോളൻ ഗ്രെയിൻസും? ഓക്കെ. അതായത് കോൾപേറ്റ് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു ഗ്രൂവ് ഫറോ അങ്ങനെ ജസ്റ്റ് ഇവിടെ കണ്ടോ, ഒരു ഗ്രൂവ് ഫറോ ആയിട്ട് കണ്ടോ, ഒരു വിടവ് കണ്ടോ? ഇത് പോളൻ ഗ്രെയിൻ ആണ്. ജസ്റ്റ് അതിന്റെ എൻലാർജ്ഡ് ആയിട്ടുള്ള വ്യൂ ആണ്. ഇൻ ബൊട്ടാണിക്കൽ ടേംസ് കോപ്പസ് മീൻസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ ജെർമിനൽ ഗ്രൂവ് ഓർ ഫറോ. അങ്ങനെ ആ വിടവിനെയാണ് നമ്മൾ എന്താ പറയാ
കോൾപ്പസ് എന്ന് പറയാം. അപ്പൊ മോണോകോൾപ്പറ്റിൽ എന്തായിരിക്കും? കോൾപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫറോ ഗ്രൂവേ ആണെന്ന് പറഞ്ഞു. ഉണ്ടാവുള്ളൂ. ആ, ഒരു സിംഗിൾ ജെർമിനൽ ഫറോ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ട്രൈകോൾപ്പറ്റിൽ എങ്ങനെയായിരിക്കും? 3 3 ജെർമിനൽ ഫറോ ഫറോ ഉണ്ടായിരിക്കും. ഈ മെജോറിറ്റി ഓഫ് മോണോകോട്ടിലിഡൻസ് ആൻഡ് സം പ്രിമിറ്റീവ് ഡൈക്കോട്ട് ഷോ ദിസ് ഫീച്ചേഴ്സ്. ചില പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡൈക്കോട്സും മെജോറിറ്റി മോണോകോട്ടിലിഡൻസും കാണിക്കുന്നത് ഈ മോണോകോൾപ്പേറ്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ്. ദിസ് പോളൻ ഫീച്ചർ ഈസ് ടിപ്പിക്കലി സീൻ ഇൻ പ്ലാന്റ്സ് ബിലോങ് ടു അരക്കേസി, ലിലിയേസി, ജിങ്കോയേസി ആൻഡ് അസ്പെരാഗേസി. ഇവരൊക്കെ എന്താണ് ഈ മോണോകോൾപ്പേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കാണിക്കുന്നത്. മോണോകോട്ടിലിഡൻസിൽ ഏതൊക്കെയാ ഫാമിലീസ് വരുന്നത് നമ്മൾ സിസ്റ്റമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ലിലിയേസി ഒക്കെ മോണോകോട്ടിലിഡൻസിലാണ് വരുന്നത്. ചില പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡൈക്കോട്ടും ഈ ഫീച്ചർ കാണിക്കുന്നുണ്ട്. പിന്നെ ട്രൈകോൾപ്പേറ്റിൽ വരുന്നത് ട്രൈകോൾപ്പേറ്റ് refers to the pollen grains having 3 germinal furrows. These pollen grains are symmetrical and globose structures. ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. സിമ്മട്രിക്കൽ ഒരു ഗ്ലോബോസ് പോലുള്ള സ്ട്രക്ചർ ആണ് ട്രൈകോൾപ്പേറ്റിനുള്ളത്. ട്രൈകോൾപ്പേറ്റിന് ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 3 ഫറോസ് കാണാൻ പറ്റും. ഇതിന്റെ വേറൊരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണിത്. പിന്നെ ഇത് മോണോകോൾപ്പേറ്റ് ഒറ്റ ഫറോ ഉള്ളത്. ഇനി പറയുന്നത് അക്കോർഡിംഗ് ടു ദ കോൺക്രിസ്റ്റ്. ഇനി നമ്മൾ ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ഏതാണ്? ബ്രാസിക്കേൽസ് എന്താണ്? ഒരു ഡൈക്കോട്ട് ഫാമിലിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ട്രൈകോൾപ്പേറ്റ് പോളൻ ഗ്രെയിന് മോസ്റ്റ്ലി ആർക്കാണുള്ളത്? ഡൈക്കോട്സിനാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഡൈക്കോട്സില് ട്രൈകോൾപ്പേറ്റ് ഇതിലായിരിക്കും കാണാം, ബ്രാസിക്കേൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡൈക്കോട്ട് ഫാമിലിയിലായിരിക്കും. ഇനി ബാക്കിയുള്ള എന്താ ആവാഞ്ഞു നമ്മൾ നോക്കാം. അപ്പൊ അക്കാന്തേസി, ആസ്ട്രേസി, പ്ലാന്റ്സ് ബിലോങ് ടു അക്കാന്തേസി, ആസ്ട്രേസി, അതൊക്കെ എന്താണ്? ഡൈക്കോട്ട് ഫാമിലീസ് ആണ്. അതൊക്കെ എന്താ? ട്രൈകോൾപ്പേറ്റ് പോളൻ ഗ്രെയിൻസ് ആണ് കാണിക്കുന്നത്. അക്കോർഡിംഗ് ടു കോൺക്രിസ്റ്റിന്റെ എവല്യൂഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പറയുന്നുണ്ട് മോസ്റ്റ് പ്രിമിറ്റീവ് ഓഫ് ഓൾ ലിവിംഗ് ആൻജിയോസ്പോം ബിലോങ്സ് ടു ദി സബ് ക്ലാസ് മാഗ്നോളിഡേ. മാഗ്നോളിഡേ എന്ന് പറഞ്ഞിട്ടുള്ള സബ് ക്ലാസ്സിലാണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. ദിസ് സബ് ക്ലാസ് കണ്ടെയ്ൻസ് സെവറൽ പ്രിമിറ്റീവ് പ്ലാന്റ് ഫാമിലീസ് ഇൻക്ലൂഡിങ് വാട്ടർ ലില്ലി ഫാമിലി. അതായത് നിംഫയേസി എന്ന് പറഞ്ഞാല് നമ്മളുടെ ആമ്പൽപ്പൂവൊക്കെ ഇല്ലേ, വാട്ടർ ലില്ലിന്റെ ഫാമിലി, ബട്ടർ കപ്പ് ഫാമിലി എന്ന് പറഞ്ഞാൽ റെനുങ്കുലേസിയ ഫാമിലി, മാഗ്നോളിയ ഫാമിലി, ഇവരൊക്കെ എന്താണ്? പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. മാഗ്നോളിയ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളെ ചെമ്പകം ഇല്ലേ, നല്ല സ്മെല്ലൊക്കെ ഉള്ള ചെമ്പകത്തിന്റെ ഫാമിലിയാണ് മാഗ്നോളിയേസിയ ഫാമിലി എന്ന് പറയുന്നത്. മാഗ്നോളിയ ചെമ്പക എന്നാണ് ചെമ്പകത്തിന്റെ സയന്റിഫിക് നെയിം ഒക്കെ. അപ്പോൾ ഈ മാഗ്നോളിയസ് ഫാമിലി ഇവരൊക്കെ എന്താണ്? പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫാമിലി ആണെന്ന് ഇവരുടെ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. മാഗ്നോളിഡേ ഇൻക്ലൂഡ്സ് ഓർഡേഴ്സ്. ഈ മാഗ്നോളിഡേയിൽ വരുന്നത് ആൾക്കാരാണ് ലൗറേൽസ്, മാഗ്നോളിയൽസ്, പൈപ്രൈൽസ്, ഇവരൊക്കെ. സോ ദേ ഷോ മോണോകോൾപ്പേറ്റ് പോളൻ ഗ്രെയിൻസ് ആൻഡ് ബ്രാസിക്കൽ ഷോ ട്രൈകോൾപ്പേറ്റ് പോളൻ ഗ്രെയിൻ. According to the modern plant system of flowering plants, molecular based system of plant taxonomy for flowering plants being developed by the ancestors. നമ്മളുടെ മോഡേൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് APG സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് എന്താണ്? നിംഫെയിൽസ് ആർ ബേസൽ ആൻജിയോസ്പോം. ഈ ലൗറേൽസും പൈപ്രൈൽസും ഒക്കെ മാഗ്നോളിഡ്സിലാണ് വരുന്നത് എന്ന് ഈ മോഡേൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. മാഗ്നോളിഡ്സിൽ വരുന്നതാണ് ഇവർ ഈ ലൗറേൽസ് ആ സംഭവങ്ങളൊക്കെ. അപ്പൊ ആ മാഗ്നോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്താണ്? പ്രിമിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഏത് ഫീച്ചറാണ് കാണിക്കുന്നത്? മോണോകോൾപ്പേറ്റ് ഫീച്ചറാണ് കാണിക്കുന്നത്. അപ്പൊ എന്താണ്? അപ്പൊ ലൗറേൽസ്, നിംഫെയിൽസ്, പൈപ്രൈൽസ് ഒക്കെ എന്താണ്? മോണോകോൾപ്പേറ്റ് ഫീച്ചറാണ് കാണിക്കുന്നത്. ബ്രാസിക്കൽസ് മാത്രമാണ് ട്രൈകോൾപ്പേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കുന്നത്. ഇത് മനസ്സിലായോ? ഹലോ, യെസ് മാം. ഒന്നുകൂടെ പറയണോ? വേണ്ട. ഓക്കെ. ഇനി പറയുന്നത് മോഡിഫൈഡ് എൻഡോഡെർമൽ സെൽസ് ഇൻ ദി സ്റ്റെം ഓഫ് സെലാജിനെല്ല റെഫേർഡ് ടു ആസ് ഏതാണ്?
സെലാജിനല്ലയിലെ എൻഡോഡർമൽ സെല്ല് മോഡിഫൈ ചെയ്തിട്ട് എന്താ ഉണ്ടാവണത്? ഗ്ലാസോപോഡിയാണ്. ട്രബക്കുലയാണ്. In Selaginella stem trabeculae is represent modified endodermal cells. The trabeculae are elongated. These elongated trabeculae are present in their ട്രബക്കുലെ ഫൗണ്ട് ചെയ്തിട്ടുള്ള ആരതിലാണ്? സെലാജിനല്ല. അതേപോലെ ലിഗ്യൂള് ഒക്കെ അതില് സെലാജിനല്ലയിൽ പ്രസന്റ് ആണ്. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഓരോ ടെറിഡോഫൈറ്റിന്റെയും ബ്രയോഫൈറ്റിന്റെ ഒക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ മറക്കരുത്. ഓക്കെ. പിന്നെ ആംഫിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം, അങ്ങനെ കുറച്ച് പേരുകളുണ്ട്, അതൊന്നും മറക്കരുത്. ഓക്കെ. ആരാണ് ആംഫിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം? ആരായിരുന്നു? ഓർമ്മ ഉണ്ടോ? Bryophyte. അല്ല, ബ്രയോഫൈറ്റ്സ് ആയിരുന്നു ആംഫിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം. കാരണം ഇവർക്ക് ബ്രയോഫൈറ്റ്സ് ലാൻഡില് ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ ആംഫിബിയൻസ് എന്ന് പറയാം. അപ്പൊ ഇവർക്ക് എന്താണ്? ലാൻഡിലാണ് നിൽക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് വാട്ടർ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആംഫിബിയൻസ് എന്ന് ബ്രയോഫൈറ്റ്സിനെ വിളിക്കണത്. ഓക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർക്കുക. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോമൺലി നോൺ ആസ് പീറ്റ് മോസ്? ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങളൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് ഒരുപാട് ഞങ്ങളുടെ കുറെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പീറ്റ് മോസ് എന്ന് പറയുന്നത് ആരാണ്? സിനേറിയാണോ? സ്ഫാഗ്നം എന്ന് പറഞ്ഞിട്ടുള്ള ടെറിഡോഫൈറ്റിനാണ് നമ്മൾ എന്ത് പറയാ? പീറ്റ് മോസ് എന്ന് പറയാം. ഓക്കെ. സ്ഫാഗ്നം ഇസ് ഞാൻ ടെറിഡോഫൈറ്റ് എന്നല്ലേ പറഞ്ഞത്? ബ്രയോഫൈറ്റ് ആണ് സ്ഫാഗ്നം. മോസസ് അല്ലേ? മോസസ് ഒക്കെ എന്താണ്? ബ്രയോഫൈറ്റ് അല്ലേ? സ്ഫാഗ്നം ഈസ് എ ജീനസ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 380 accepted species of mosses commonly known as sphagnum moss, peat moss, bog moss അല്ലെങ്കിൽ ക്വാക്കർ മോസ്, ഇങ്ങനെ പല പേരുണ്ട്. സ്ഫാഗ്നം മോസ്, പീറ്റ് മോസ്, ബോഗ് മോസ് ആൻഡ് ക്വാക്കർ മോസ്, ഇങ്ങനെ പല പേരുകളും ഉണ്ട്. Peat moss refers to the plant sphagnum. Sphagnum is a type of moss that is well known for its ability to, ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വാട്ടറിനെ റിട്ടേൺ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. വാട്ടറിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ നമ്മള് ചെടിയൊക്കെ കുഴിച്ചിടുന്ന സമയത്ത് നിങ്ങള് ചകിരിന്റെ ആ സംഭവം ഇടുന്നൊക്കെ ഉണ്ടാണോ? Yes. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് വെള്ളം ഒഴിക്കുമ്പോ അതില് ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പ്ലാന്റിനും മര്യാദക്ക് വെള്ളം കിട്ടാനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ അത് ഉപയോഗിക്കണത്, അല്ലേ? അപ്പൊ വെള്ളം ഒഴിക്കുകയാണെങ്കിലും നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതിനെ അവിടെ റിട്ടേൺ ചെയ്തിട്ട് അത് പ്ലാന്റിന് ഒന്നുകൂടി യൂട്ടിലൈസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതിനെന്താണ്? വാട്ടറിനെ റിട്ടേൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് ഓഫൻ ഫോംസ് ഡെൻസ് മാറ്റ് ഇൻ ദി വെറ്റ്ലാൻഡ്സ് ഏരിയ. വെറ്റ്ലാൻഡ് ഏരിയയിലൊക്കെ ഇതിങ്ങനെ ഡെൻസ് ചെയ്തിട്ട് ഒരു മാറ്റ് പോലെ കാണും. പിന്നെ കോൺട്രിബ്യൂട്ട് ടു ദി ഫോർമേഷൻ ഓഫ് പീറ്റ് ബോഗ്, അതിനാണ് നമ്മൾ പീറ്റ് ബോഗ് എന്ന് പറയാം. ഡ്യൂ ടു ഇറ്റ്സ് ഹൈ വാട്ടർ അബ്സോർബിംഗ് കപ്പാസിറ്റി, സ്ഫാഗ്നം ഹാസ് പ്രാക്ടിക്കൽ യൂസസ്. അതായത് ഇങ്ങനെ ഈ വാട്ടർ റിട്ടൈനിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പർട്ടിക്കുലർ ഈ ഗാർഡനിങ്, ഹോർട്ടിക്കൾച്ചറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എംപ്ലോയിഡ് ആസ് എ സോയിൽ. അതന്നെ, അത് ഓർത്ത് വെച്ചാൽ മതി. പീറ്റ് മോസ് നമ്മൾ പറയുന്നത് സ്ഫാഗ്നത്തിനാണ്. നമ്മൾ ഗാർഡനിങ്ങിലൊക്കെയാണ് യൂസ് ചെയ്യുക. കാരണം ഇവർക്ക് വാട്ടർ റിട്ടേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അത് ഓർത്ത് വെക്കുക. ഇനി പറയുന്നത്, വിച്ച് എൻസൈം കാറ്റലൈസസ് ദ കോവാലന്റ് ക്ലോഷർ ഓഫ് നിക്സ് ഇൻ ദി DNA മോളിക്യൂൾസ്? ഞാൻ പറയുന്നൊക്കെ മനസ്സിലാകുന്നില്ലേ? ബോറടിക്കണ്ടോ ക്ലാസ്? No, ma'am. ഓക്കെ. അപ്പോ കുറച്ച് സ്പീഡാക്കാം നമുക്ക്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. വിച്ച് എൻസൈം കാറ്റലൈസ് ദ കോവാലന്റ് ക്ലോഷർ ഓഫ് ദി നിക്സ് ഇൻ ദി DNA മോളിക്യൂൾ? ആരാണ്? DNA ഗൈറേസ് ആണോ? DNA ലിഗേസ് ആണോ? DNA ഹെലിക്കേസ് ആണോ? DNA പ്രൈമേസ് ആണോ? DNA ligase. ലിഗേസ് ആണ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിടവ്. നമ്മൾ DNA ഒരു വിടവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ
എന്താണ് ക്ലോസ് ചെയ്യുന്ന ആരാണ്? DNA ഗൈറേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പോഐസോമേഴ്സിന്റെ പകരമായിട്ട് ബാക്ടീരിയാസിൽ പ്രോകാരിയോട്സിൽ യൂസ് ചെയ്യുന്നത് ഈക്കോളയിലൊക്കെ യൂസ് ചെയ്യുന്ന DNA ഗൈറേസ് ആണ്. ടോപ്പോഐസോമേഴ്സ് എന്തായിരുന്നു ചെയ്തത്? DNA ഹെലിക്കേസ് എന്തായിരുന്നു ചെയ്തത്? DNA കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള്. അതായത് റെപ്ലിക്കേഷന്റെ ഒക്കെ സമയത്ത് ഹെലിക്കേസ് വരുന്ന ഓർമ്മയില്ലേ? Yes, ma'am. ആ അതാണ് ഹെലിക്കേസ്. ഹെലിക്കേസ് ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതിങ്ങനെ കൂടിച്ചേർന്നിട്ട് ഇപ്പൊ നമ്മള് കയറ് നിങ്ങൾ ചുരുട്ടി കഴിഞ്ഞാല് എന്താണ് അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു കോയിൽ ചെയ്ത് വരില്ലേ? അപ്പൊ ഇങ്ങനെ പറഞ്ഞുതരാം. അങ്ങനെ സൂപ്പർ കോയിലിങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പോ ഐസോമറേസിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബാക്ടീരിയയിലെ DNA ഗൈറേസ് ആണ് യൂസ് ചെയ്യുന്നത്. ലിഗേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്സിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ATP DNA ലിഗേസിന് ATP യൂസ് ചെയ്യുന്നത്. ATP ഡിപ്പെൻഡന്റ് ആണ് DNA ലിഗേസ് എന്ന് പറയുന്നത്. ഓക്കെ, DNA ഹെലിക്കേസും ATP ഡിപ്പെൻഡന്റ് ആണ്. DNA ലിഗേസ് എൻസൈം കാറ്റലൈസ് ഇവിടെ DNA ലിഗേസ് ചെയ്യുന്നത് എന്താണ്? ഫോർമേഷൻ ഓഫ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ആണ്. മറക്കരുത്, ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത് DNA ലിഗേസ്. അവിടെ പുതിയ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യാതെ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഷുഗറും ഫോസ്ഫേറ്റും തമ്മിലുള്ള ബോണ്ടാണ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് DNA ലിഗേസ്. ഓക്കെ, പ്രൈമേസ് DNA പ്രൈമേസ് എന്താണ്? പ്രൈമറിനെ ആഡ് ചെയ്യുന്നതാണ് DNA പ്രൈമേസ്. ഓക്കെ, ഇനി സ്പീഡായിട്ട് പോവാം. The synaptonymal complex is observed in which phase of prophase 1 of meiosis? ഏതൊക്കെയാണ്? നിങ്ങൾ കേട്ടാണോ പ്രോഫേസ്? മിയോസിന്റെ പ്രോഫേസ് ഫേസിന് നമ്മൾ 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ഓർമ്മ ഉണ്ടോ? ഈ ഫേസ് Yes, ma'am. കേട്ടോ, മറക്കരുത്. ഈ ഫേസസ് ഒക്കെ നോക്കണം. അപ്പൊ എന്തൊക്കെയായിരുന്നോ അതിനെ നമ്മൾ ലെപ്റ്റോണിമ, സൈഗോണിമ, പാക്കനിമ, ഡിപ്ലോണിമ, അങ്ങനെ വേറൊരു പേരിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സിനോപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? സൈഗോണിമ സ്റ്റേജിലാണ് സിനോപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ ലെപ്റ്റോട്ടിൻ ഫേസിൽ എന്തായിരുന്നു? ലെപ്റ്റോട്ടിൻ ഫേസിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ക്രോമാറ്റിൻ ഫൈബേഴ്സ് കുറച്ച് കണ്ടൻസ് ചെയ്തിട്ട് നമ്മളെ ക്രോമസോമിന്റെ ഒക്കെ ഒരു സ്ട്രക്ചറിൽ നമ്മൾ പിക്ചറിലൊക്കെ വരയ്ക്കുന്ന ക്രോമസോം സ്ട്രക്ചർ ആയിട്ട് മാറുന്നത് ലെപ്റ്റോട്ടിൻ സ്റ്റേജിലാണ്. പിന്നെ സൈഗോട്ടിൻ സ്റ്റേജിൽ ആദ്യം ക്രോമസോമിന്റെ സ്ട്രക്ചർ ആയി മാറിയില്ലേ ലെപ്റ്റോട്ടിൻ സ്റ്റേജില്. പിന്നെ അത് സൈഗോട്ടിൻ സ്റ്റേജിൽ വരുമ്പോൾ ഇവരിങ്ങനെ പെയർ ചെയ്യും. അടുത്തേക്ക് വന്ന് നിൽക്കുന്നത് സൈഗോട്ടിൻ സ്റ്റേജിലാണ്. ഒരു എക്സിന്റെ ഷേപ്പ് പോലെ വന്ന് നിൽക്കുന്നത് സൈഗോട്ടിൻ സ്റ്റേജിലാണ്. നമ്മൾ അതിന് മുന്നിൽ നോക്കുമ്പോൾ ഒരു എക്സ് ഷേപ്പിൽ ഉണ്ടാവും, പക്ഷെ അതിന്റെ പിറകുന്ന് നോക്കുമ്പോൾ എക്സ് ഷേപ്പിലൊന്നും ആയിരിക്കില്ല. അങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നത് പെയർ ചെയ്യുന്നത് സൈഗോണിമ അല്ലെങ്കിൽ സൈഗോട്ടിൻ സ്റ്റേജിലാണ്. അങ്ങനെ നോൺ ഹോമോലോഗസ് ക്രോമസോംസിന്റെ പെയറിങ് നടക്കുന്നത് സൈഗോട്ടിൻ സ്റ്റേജ് അല്ലെങ്കിൽ സൈഗോണിമ സ്റ്റേജിലാണ്. അങ്ങനെ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ഇത് എന്തിനാണ് ഫോം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അടുത്ത പാക്കറ്റിൻ സ്റ്റേജ് അല്ലെങ്കിൽ പാക്കനീമ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നോക്കാം. അവിടെ എന്താന്ന് വെച്ചാല് ഇത് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ജനറ്റിക് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായി പാരന്റ്സിന്റെ ജീൻസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും, വേരിയേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ അങ്ങനെ ജീൻസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത് പാക്കറ്റിൻ സ്റ്റേജ് അല്ലെങ്കിൽ പാക്കനീമ സ്റ്റേജിലാണ്. അപ്പൊ ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് സൈഗോണിമ സ്റ്റേജിൽ ഫോം ചെയ്തു. എന്നിട്ട് പിന്നെ അങ്ങനെ അടുത്ത് നിന്നിട്ട് ഇവര് ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അത് പാക്കറ്റിനിൽ നടക്കും. അങ്ങനെ ജീൻസിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് റീകോമ്പിനേസ് എൻസൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കയാസ്മാറ്റ ഒക്കെ ഫോം ചെയ്യുന്നത് പാക്കറ്റിൻ സ്റ്റേജിലാണ്. പിന്നെ അത് ലാസ്റ്റ് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് പറഞ്ഞാൽ ഇങ്ങനെ അടുത്ത് വന്നില്ല, അപ്പൊ അതൊക്കെ ഡിസോസിയേറ്റ് ചെയ്യുക ചെയ്യും. അതൊക്കെ നടക്കുന്നത് പാക്കറ്റിൻ സ്റ്റേജിന്റെ ലാസ്റ്റിലാണ്. പിന്നെ ഉള്ളത് ഡിപ്ലോട്ടിൻ സ്റ്റേജിലാണ്. അപ്പൊ ഈ ടെർമിനലൈസേഷൻ, അതായത് ഇപ്പൊ നമ്മൾ പെയർ ചെയ്തിട്ടായിരുന്നു നിന്നത്,
അപ്പൊ അതൊക്കെ നമ്മളൊരു സിപ്പ് തുറന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, രണ്ട് സെപ്പറേറ്റ് ആയിട്ട് മാറൂലേ? അതുപോലെ ഡിപ്ലോട്ടി സ്റ്റേജിൽ അങ്ങനെയാണ് നടക്കുന്നത്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറും. അപ്പോ ഈ എക്സ്ചേഞ്ച് ചെയ്ത ക്യാരക്ടറൊക്കെ ഇപ്പൊ നമ്മള് ഒരു ഹോമോലോഗസ് ഒരു ജീൻസ് ഒക്കെ മറ്റേതേക്കും അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എക്സ്ചേഞ്ച് ചെയ്ത ആ ക്രോമസോമുകള് സെപ്പറേറ്റ് ചെയ്യും. പിന്നെ ഡയാകൈനസിസിൽ എന്താണ് ചെയ്യുന്നത്? നമ്മള് മൈറ്റോസിന്റെ പ്രോഫൈസിലൊക്കെ പഠിച്ച ക്യാരക്ടേഴ്സ്, ന്യൂക്ലിയർ മെമ്പറൈൻ ഡിസപ്പിയർ ആവുക, സെൽ ഓർഗനൽസ് ഒക്കെ ഡിസപ്പിയർ ആവുക, പിന്നെ ഈ പിന്നെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഡയാകൈനസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എക്സാമിന് പോണതിന് മുമ്പ് സെൽ സൈക്കിളിന്റെ ഈ സ്റ്റേജസ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് ഓർത്ത് വെക്കണം. പിന്നെ ഈ എൻസൈമുകളുടെ സ്പെഷ്യാലിറ്റീസ് നോക്കണം, ഏതിനൊക്കെയാണ് ATP യൂസ് ചെയ്യുന്നത് നോക്കണം. പിന്നെ ഈ ബ്രയോഫൈറ്റ്സിന്റെ ഒക്കെ എന്താണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നോക്കുക. ഇനി നമ്മൾ പറയുന്നത് മെറ്റേണൽ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് സൈഗോട്ട് ഒബ്റ്റെയിൻസ് ഓൾ ഇറ്റ്സ് പ്ലാസ്റ്റിഡ് ആൻഡ് മൈറ്റോകോൺഡ്രിയ ജീനോംസ് ഫ്രം ദി മെറ്റേണൽ പാരന്റ്. ദിസ് ഈസ് ഓൾസോ നെയിംഡ് ആസ് എന്താണ്? അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് സൈഗോട്ട് ഒബ്റ്റെയിൻസ് ഓൾ ഇറ്റ്സ് പ്ലാസ്റ്റിഡ് ആൻഡ് മൈറ്റോകോൺഡ്രിയ ജീനോംസ്. സൈഗോട്ടിന് പ്ലാസ്റ്റിഡും മൈറ്റോകോൺഡ്രിയൽ ജീനോംസും കിട്ടും. ആദ്യം മെറ്റേണൽ പാരന്റ്, അതായത് മദറിന്ന് കിട്ടും. അതായത് ഈ സംഭവം ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലേ എന്താണ്, സ്പേമും ഓവവും എന്താണ് ഫ്യൂസ് ചെയ്തിട്ട് ആണ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് സൈഗോട്ട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് ആ ഫെർട്ടിലൈസേഷന്റെ ഫിഗർ ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓവം ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഓവം, പിന്നെ ഒരു ഹെഡും ടൈലൊക്കെ ഉള്ള ഒരു സ്പേം. അതെന്താണ്? ഈ ഓവത്തിന്റെ ഉള്ളിക്ക് കേറാണ് ആര്? സ്പേം, അങ്ങനെയല്ലേ? എന്നിട്ട് ഫ്യൂഷൻ നടക്കണം. പക്ഷെ ഈ സ്പേം മൊത്തത്തിൽ കേറുന്നില്ല ഇതിന്റെ ഉള്ളിക്ക്, സ്പേമിന്റെ ന്യൂക്ലിയസ് മാത്രമാണ് കേറുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഉള്ളത് എന്താണ്? ന്യൂക്ലിയസ് രണ്ടിന്റെ ന്യൂക്ലിയസും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാല് ഓവത്തിന്റെ ന്യൂക്ലിയസും ഉണ്ടാവും, സ്പേമിന്റെ ന്യൂക്ലിയസ് ഉണ്ടാവും. പക്ഷെ സ്പേമിന്റെ സൈറ്റോപ്ലാസം ഇല്ല. ആരുടെ സൈറ്റോപ്ലാസം മാത്രമേ ഉള്ളൂ? മദർ സെല്ലിന്റെ അല്ലെങ്കിൽ ഓവത്തിന്റെ സൈറ്റോപ്ലാസവും മറ്റേ രണ്ടിന്റെ ന്യൂക്ലിയസും ആണ് ഉണ്ടാവുക. അത് തമ്മിലാണ് ഫ്യൂഷൻ നടക്കുന്നത്. അപ്പൊ എന്താണ്? നമുക്ക് ഇവിടെ വായിച്ചു നോക്കാം. മെറ്റേണൽ ഇൻഹെറിറ്റൻസ് റെഫേഴ്സ് ടു ദി ട്രാൻസ്മിഷൻ ഓഫ് ജനറ്റിക് ട്രേറ്റ്സ് ഓഫ് or characters exclusively through maternal line. അതായത് മദർന്ന് കിട്ടുന്നതാണ്, specifically from mother to offspring. This type of inheritance is determined by genes located in the DNA of mitochondria. അതായത് എന്താണ്? മൈറ്റോകോൺഡ്രിയൽ ജീൻസ് എന്നാണ് ഇത് കിട്ടണത്. ദിസ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഡിറ്റർമൈൻ which are structures within the cell responsible for energy production. അത് ജസ്റ്റ് മൈറ്റോകോൺഡ്രിയനെ കുറിച്ചിട്ട് പറഞ്ഞ. സിൻസ് മൈറ്റോകോൺഡ്രിയ ആർ ടിപ്പിക്കലി ഇൻഹെറിറ്റഡ് ഫ്രം ദി മദേഴ്സ് എഗ് സെൽ. അതേ ഞാൻ പറഞ്ഞത്, മദറിന്റെ സൈറ്റോപ്ലാസം ആണല്ലോ പിന്നെ അതിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള സൈഗോട്ടിന് ഉണ്ടാവുക. കാരണം സ്പേമിന്റെ സൈറ്റോപ്ലാസം അതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ആ സൈറ്റോപ്ലാസത്തിലാണ് ഈ മൈറ്റോകോൺഡ്രിയ ഒക്കെ ഉണ്ടാവുക. അപ്പൊ മദറിന്റെ മൈറ്റോകോൺഡ്രിയ ആണല്ലോ പിന്നെ സൈഗോട്ടിന് കിട്ടിയ, അതിൽ നിന്നാണ് പിന്നെ എംബ്രിയോ ഉണ്ടായി വരിക ഒക്കെ ചെയ്യുക. അപ്പൊ ആ ട്രേറ്റ്സ് ആണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതാണ് മെറ്റേണൽ ഇൻഹെറിറ്റൻസ്. അൺലൈക്ക് ന്യൂക്ലിയർ DNA വിച്ച് ഇസ്, നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ DNA എങ്ങനെയാണ്? രണ്ടിന്റെ ന്യൂക്ലിയസ് ഉണ്ട് എന്ന് പറഞ്ഞു. വിച്ച് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം ബോത്ത് പാരന്റ്സ്. മൈറ്റോകോൺഡ്രിയൽ DNA is passed down solely from the maternal side. അതായത് മൈറ്റോകോൺഡ്രിയൽ DNA സൈറ്റോപ്ലാസത്തിലാണുള്ളത്. അപ്പൊ അത് മെറ്റേണൽ സൈഡിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത്. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? പറയണോ? കൺഫ്യൂഷൻ ആയോ? ഇല്ല മാം, ഇത് ഞങ്ങൾക്ക് എടുക്കണം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി
അടുത്തത് പറയുന്നത് പ്രിൻസിപ്പൽ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ദാറ്റ് ഈസ് ട്രാൻസ്ലൊക്കേറ്റഡ് ത്രൂ ഫ്ലോയം. ഏത് ഫോമിലാണ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്? സൂക്രോസ് എന്നുള്ള ഫോമിലാണ്. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. കാരണം എന്താ? സൂക്രോസ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. കുറച്ച് ഈ സൂക്രോസ് എന്താണ്? നോൺ റെഡ്യൂസിങ് ആയിട്ടുള്ള ഷുഗർ ആണ്. ബിക്കോസ് ഓഫ് ദിസ് പ്രോപ്പർട്ടി സൂക്രോസ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് അതർ സബ്സ്റ്റൻസ് ഡ്യൂറിംഗ് ഫ്ലോയം ട്രാൻസ്ലൊക്കേഷൻ. ഇത് അങ്ങനെ നോൺ റെഡ്യൂസിങ് ഷുഗർ ആയതുകൊണ്ട് തന്നെ ഇതിനെന്താണ് വേറെയുള്ള സബ്സ്റ്റൻസും ആയിട്ടൊന്നും അങ്ങനെ റിയാക്ട് ചെയ്യൂല. അതുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്യരുതല്ലോ നമ്മൾ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂക്കോസിനെ പിന്നെ സൂക്രോസ് ആയിട്ട് മാറ്റുന്നത്. അപ്പൊ സൂക്രോസ് എന്നുള്ള ഫോമിലാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഓർക്കുക. ഇനി എന്താണ്? വാട്ടർ സ്പ്ലിറ്റിംഗ് ഇൻ ഫോട്ടോസിസ്റ്റം 2 ഈസ് മീഡിയേറ്റഡ് ബൈ, നമ്മളെ ലൈറ്റ് റിയാക്ഷനിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് അത് മാംഗനീസ് മാംഗനീസ് എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റിന്റെ ഹെൽപ്പോട് കൂടിയാണ് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ഇനി ദ സൈറ്റ് ഓഫ് സൂക്രോസ് സിന്തസിസ് ഇൻ പ്ലാന്റ്സ് ഡ്യൂറിംഗ് പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. എവിടെ വെച്ചിട്ടാണ് സൂക്രോസിന്റെ ഫോർമേഷൻ നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. സൂക്രോസ് എന്തൊക്കെ ചേർന്നിട്ടാണ് സൂക്രോസ് ഉണ്ടാകുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഓർമ്മ ഉണ്ടോ? അങ്ങനെ സൈറ്റോപ്ലാസത്തിലാണ് സൂക്രോസ് ഉണ്ടാകുന്നത്. ഇനി എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഒബ്ലിഗേറ്റ് അനറോബ്. ഒബ്ലിഗേറ്റ് അനറോബ് ആരാണ്? ഒബ്ലിഗേറ്റ് അനറോബ് എന്ന് പറഞ്ഞാൽ എന്താ? അനറോബ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജന്റെ ആബ്സെൻസിൽ ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ ഒബ്ലിഗേറ്റ് അനറോബ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓക്സിജൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കാൻ പറ്റൂല. കാരണം ഒബ്ലിഗേറ്റ് അനറോബ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അനറോബിക് കണ്ടീഷനിൽ അല്ലാതെ ജീവിക്കാൻ പറ്റൂല. അനറോബിക് കണ്ടീഷൻ എന്താ? ഓക്സിജൻ ഇല്ലാത്ത സിറ്റുവേഷൻസ്. അപ്പോ ഇവിടെ ആർക്കാണ്? ക്ലോസ്ട്രിഡിയം ആണ് എന്താണ് ഒബ്ലിഗേറ്റ് അനറോബ്. ഇവരൊക്കെ ഒബ്ലിഗേറ്റ് അനറോബ്സ് ആർ ദ ഓർഗാനിസം വിച്ച് ഗ്രോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇൻ ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ ദേ കനോട്ട് സർവൈവ്. അതാ ഞാൻ പറഞ്ഞത്. ഹാലോ ബാക്ടീരിയം എന്താണ്? Not an obligate anaerobe. It belongs to the archaea domain and is known for thriving high salt environment. Halo എന്ന് പറഞ്ഞാൽ എന്താ? സോൾട്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പോ ഹാലോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഹൈ സോൾട്ട് എൻവയോൺമെന്റിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഹാലോ ബാക്ടീരിയ. പക്ഷെ ഇവർക്ക് എന്താണ്? കാപ്പബിൾ ഓഫ് എറോബിക് റെസ്പിറേഷൻ ആണ്. ഓക്സിജന്റെ പ്രസൻസിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ തെർമസ് അക്വാട്ടിക്കസ് ഇവരെന്താണ്? തെർമസ് അക്വാട്ടിക്കസ് ഈസ് നോട്ട് ആൻ ഒബ്ലിഗേറ്റ് അനറോബ്. ഇവരെന്താണ്? ഒബ്ലിഗേറ്റ് അനറോബ് അല്ല. ഇറ്റ് ഈസ് എ തെർമോഫിലിക്. തെർമസ് അക്വാട്ടിക്കസ് ഇത് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ? ഓർമ്മ ഉണ്ടോ? ആ അപ്പൊ ഇവർക്ക് എന്താണ്? ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അതാണ് തെർമസ് അക്വാട്ടിക്കസ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ ക്ലാമിഡോമോണാസ് നിവാലിസ് എന്താണ്? ഒരു ആൽഗെ ആണല്ലേ? ഓർമ്മ ഉണ്ടോ? ഇറ്റ് ഈസ് എ ഗ്രീൻ ആൽഗെ. അവർക്ക് എന്താണ്? ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവർക്ക് എന്തായാലും അപ്പൊ എന്താണ്? ഓക്സിജന്റെ പ്രസൻസിൽ ജീവിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ക്ലോസ്ട്രിഡിയം മാത്രമാണ് അനറോബിക് ഒബ്ലിഗേറ്റ് അനറോബ് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തെർമസ് അക്വാട്ടിക്കസ് നമുക്ക് അറിയുന്ന ആളാണ്, അതിനെ ഒഴിവാക്കാം. ക്ലാമിഡോമോണാസ് എന്താണ്? ഒരു ആൽഗൻ, അതിനെ ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കി നമുക്ക് ലാസ്റ്റ് ഒരു ഉത്തരം കിട്ടും. ക്ലോസ്ട്രിഡിയം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലതും നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. പക്ഷെ നിങ്ങൾ ഒരു മിനിമം എമൗണ്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യേണ്ട ഒരു മാർക്കിനനുസരിച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും വേണം. കുറച്ചൊക്കെ നിങ്ങൾ ഗസ് ചെയ്യുകയും വേണം. പക്ഷെ മുഴുവൻ ഗസ് ചെയ്ത് എഴുതുകയും ചെയ്യരുത്. അങ്ങനത്തെ ഒരു ട്രിക്ക് വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. Clostridium is an obligate anaerobe. Member of the Clostridium genus are known for their ability to thrive in the absence of oxygen. അവർക്ക് എന്താണ്? ഓക്സിജന്റെ ആബ്സെൻസിൽ ജീവിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് സം സ്പീഷീസ് ആർ റെസ്പോൺസിബിൾ പ്രോസസ് ലൈക്ക് നൈട്രോജൻ ഫിക്സേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ടോക്സിൻസ് സച്ച് ആസ് ബോട്ടിലിനം ടോക്സിൻ. അതൊക്കെ ഇവര് ക്ലോസ്ട്രിഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ആണ്. അതൊക്കെ ജസ്റ്റ് ഓർത്ത് നോക്കുക. കുറച്ച് സമയം കൂടി എടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഓക്കെ. അപ്പോ ഇവിടെ പറയുന്നത് ഗിവൺ ബിലോ ആർ ദ ടു ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ഉള്ളതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു പാർട്ട്. ചിലത് നമുക്ക് അതിന്റെ റീസൺ കറക്റ്റ് ആണോ, അസെഷൻ കറക്റ്റ് ആണോ എന്ന് തോന്നുന്നു. അപ്പൊ എപ്പിക്കൽ ഡോമിനൻസ് നിങ്ങൾ ഫിസിയോളജിയിൽ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ എന്താന്നുള്ളത്? ഓർമ്മയുണ്ടോ?
അല്ലെങ്കിൽ യെസ് മാം. എന്തായിരുന്നു എപ്പിക്കൽ ഡോമിനൻസ്? അതായത് ഹൈറ്റ് വെക്കും, എപ്പിക്കൽ ഗ്രോത്ത് നടക്കും, ലാറ്ററൽ ഗ്രോത്ത് സപ്രസ് ചെയ്തിട്ട്. ആര് ഇതിന് സഹായിക്കുന്ന ആരായിരുന്നു? ഏത് ഹോർമോണാ? ഓക്സിന് അല്ലെ? ഇവിടെ ഫസ്റ്റ് അസേഷൻ കൊടുത്തിട്ടുള്ളത് റിമൂവൽ ഓഫ് എപ്പിക്കൽ ബഡ് കോസസ് ലോസ് ഓഫ് എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ബഡ് ഡിക്കാപ്പിറ്റേഷൻ എന്ന് പറയാ. എപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് ലോസ് ഓഫ് എപ്പിക്കൽ ഡോമിനൻസ് ലോസ് ചെയ്യുന്നാണ് പറയുന്നത്. റീസൺ പറയുന്നത് എപ്പിക്കൽ ഡോമിനൻസ് ഇസ് ഡ്യൂ ടു ഓക്സിൻ ആൻഡ് എപ്പിക്കൽ ബഡ്സ് ആർ സൈറ്റ് ഓഫ് ഓക്സിൻ സിന്തസിസ്. എപ്പിക്കൽ ബഡിലാണ് ഓക്സിന് സിന്തസൈസ് ചെയ്യുന്നതും എപ്പിക്കൽ ഡോമിനൻസ് ഓക്സിൻ ആണ് കോസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഡീകാപ്പിറ്റേഷൻ കോസസ് ദ ലോസ് ഓഫ് ഓക്സിൻ റിക്വയർഡ് ഫോർ ദി എപ്പിക്കൽ ഡോമിനൻസ്. ഡീകാപ്പിറ്റേഷൻ ചെയ്താൽ, അതായത് എപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പിക്കൽ ഡോമിനൻസിന് വേണ്ട ഓക്സിന് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇൻ ദി ലൈറ്റ് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ കറക്റ്റ് ഇതിനുള്ള കറക്റ്റ് ആൻസർ എന്താണെന്ന്. അതായത് ബോത്ത് രണ്ടും ശരിയാണ്. ആൻഡ് ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഇത്. കാരണം എന്താ വെച്ചാൽ എപ്പിക്കൽ ഡോമിനൻസ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ എന്താണ്, എപ്പിക്കൽ ബഡിലാണ് ആരുണ്ടാവുക? ഓക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഉള്ളത്. അപ്പൊ ഈ ഓക്സിൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് എപ്പിക്കൽ ബഡിന്റെ ഗ്രോത്ത് കൂട്ടുകയും ചെയ്യും, ഈ ലാറ്ററൽ ബഡിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോവുക ചെയ്യുക. ഈ ലാറ്ററൽ ബഡിന്റെ ഗ്രോത്ത് കുറക്കും, എപ്പിക്കൽ ബഡിന്റെ ഗ്രോത്ത് കൂട്ടും. അപ്പൊ ഈ എപ്പിക്കൽ ബഡ് ആ എപ്പിക്കൽ റീജിയനിലാണ് ഓക്സിൻ ഉള്ളത്. അപ്പൊ എപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാല് എപ്പിക്കൽ ഡോമിനൻസിനെ ഒഴിവാക്കുകയാണ് അല്ലേ? അപ്പൊ എപ്പിക്കൽ ഡോമിനൻസിനെ ഒഴിവാക്കി കഴിഞ്ഞാല് ലാറ്ററൽ ബഡ് ഗ്രോ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? ഹലോ, കേൾക്കുന്നില്ല? Yes, ma'am. മനസ്സിലായില്ലേ? Yes. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ജിയോഗ്രഫിക്കൽ ഹിസ്റ്ററി ഓഫ് ദി എർത്ത് സ്റ്റാർട്ടിങ് ഫ്രം ദി മോസ്റ്റ് റീസെന്റ്. അതായത് നിങ്ങൾ എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും ഈ എർത്ത് പീരിയഡ്സിന് ക്ലാസിഫൈ ചെയ്യാൻ. അതായത് ഈ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും ഏർലിയസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് അപ്പൊ ഇവിടുന്ന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇങ്ങനെ ബാക്ക് പോണ രീതിയിലാണ് എഴുതേണ്ടത്. ഈ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ ഏതാണ് ഇപ്പോഴത്തത്? ഏതാണ് ഹ്യൂമൻസ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്? ഏത് ഇറയിലാണ്? സിനോസോയിക്കിലാണ്, പിന്നെ മീസോസോയിക്ക്, പിന്നെ പാലിയോസോയിക്ക്, പിന്നെ പ്രോട്ടിറോസോയിക്ക്, ആർക്കിയൻ, ഹാദിയൻ. ഇതൊക്കെ എന്താണ് ഈ ഏർലിയസ്റ്റ് ആയിട്ടുള്ള ലൈഫ് ഫോം ചെയ്തിട്ടുള്ള ഹാദിയൻ ഈ ഒരു ഇതിലാണ്. ഇപ്പൊ ബാക്ക് നിന്ന് മുന്നിക്ക് വരികയാണെങ്കിൽ ഹാദിയൻ, ആർക്കിയൻ, പ്രോട്ടിറോസോയിക്ക്, ഫെനോറോസോയിക്കിൽ ഏതൊക്കെ വരുന്നുണ്ട്? പാലിയോസോയിക്ക്, മീസോസോയിക്ക്, സീനോസോയിക്ക്. പിന്നെ നിങ്ങൾ ടൈം പീരിയഡ്സ് എന്തായാലും പഠിക്കണം. പിന്നെ ഇറാഫ്, ടെറിഡോഫൈറ്റ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കണം. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ എന്തൊക്കെ നോക്കാൻ പറഞ്ഞു എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് ജിംനോസ്പേം ഫ്രം ദി അഡ്വാൻസ്ഡ് പ്രിമിറ്റീവ് ആയിട്ടുള്ളത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അഡ്വാൻസ്ഡ് പ്രിമിറ്റീവ് ഒക്കെ എന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക്? യെസ് മാം. അപ്പൊ ജിംനോസ്പേം രണ്ട് ക്ലാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ട്, സൈക്കഡോഫൈറ്റും കോണിഫറോഫൈറ്റും. ഈ സൈക്കഡോഫൈറ്റുള്ള ആൾക്കാർ എന്താണ് കുറച്ചുകൂടി പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. കോണിഫറോഫൈറ്റ് ആണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളത്. അപ്പോ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഡിവിഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ആരാണ്? നീറ്റെയിൽസ് ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. കോണിഫറൈൽസ്. പിന്നെ ഇതിൽ നോക്കുക, നീറ്റെയിൽസ്, കോണിഫറൈൽസ്, ജിങ്കോയിൽസ്, കോണ്ടൈറ്റൽസ്, സൈക്കഡൈൽസ്, സൈക്കഡോഫിലിക്കൽസ്, സൈക്കഡിയൽഡൈൽസ്, പിന്നെ സൈക്കഡോഫിലിക്കൽസ്. അങ്ങനെ ആ ഒരു ഓർഡറിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുക. അത് ഇപ്പൊ ഓർമ്മ ഉണ്ടായി വിചാരിച്ചിട്ട് എക്സാമിന് ഓർമ്മ വരണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച് പഠിച്ച് അത് റിവൈസ് ചെയ്തിട്ട് പോകണം. ഓക്കെ, അപ്പൊ ആദ്യം നീറ്റെയിൽസ്, പിന്നെ ആരായിരിക്കും? കോണിഫറൈൽസ്, പിന്നെ ആരാ? കോണിഫറൈൽസ് കഴിഞ്ഞാല് ജിങ്കോയിൽസ്, പിന്നെ ആരാ?
ആ ഈ ഓപ്ഷനില് ജിങ്കോയിൽസ് ഇല്ലല്ലോ, പിന്നെ ആരാ ഉള്ളത്? കോഡറ്റേറ്റ്സ്. ആ ലാസ്റ്റ് ആരാ ഉണ്ടാവുക? സൈക്കഡോഫിലിക്കേൽസ്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. മനസ്സിലായില്ലേ സംഭവം? പിന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട വേറൊരു കാര്യമാണ് ടെറിഡോഫൈറ്റിന്റെ സ്റ്റീലിന്റെ സംഭവങ്ങള്. മർക്കരുത്, പ്രോട്ടോ സ്റ്റീല്, സൈഫണോ സ്റ്റീല്, ഡെക്റ്റിയോ സ്റ്റീല്, ആ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതില് അത് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നമുക്ക് സമയം കുറച്ചുള്ളതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ? അതോ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോണോ? ഹലോ ഹലോ വേണ്ട മിസ്സേ. ഓക്കെ. അപ്പൊ വിച്ച് ഓഫ് ദി ഫോളോയിങ് 4 ടൈപ്സ് ഓഫ് പ്രോട്ടോസ്റ്റീൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ്? പ്രോട്ടോസ്റ്റീൽ എന്നാ ചോദിച്ചിട്ടുള്ളത്. പ്രോട്ടോസ്റ്റീൽ ഏതൊക്കെയാണ് വരുന്നത്? ഏതൊക്കെയാണ്? പ്രോട്ടോസ്റ്റീലിന്റെ അണ്ടറിൽ വരുന്ന ഹാപ്ലോസ്റ്റീല്, ആക്ടിനോസ്റ്റീല്, പ്ലക്ടോസ്റ്റീല്, മിക്സ്ഡ് പ്രോട്ടോസ്റ്റീല്, പോളിസ്റ്റീൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഇതില് ഏതാ? ഹാപ്ലോസ്റ്റീല്, ആക്ടിനോസ്റ്റീല്, പ്ലക്ടോസ്റ്റീല്, മിക്സ്ഡ് പ്രോട്ടോസ്റ്റീല്. അപ്പൊ ഇതൊക്കെ പ്രോട്ടോസ്റ്റീലിന്റെ അണ്ടറിൽ വരും. സൈഫണോസ്റ്റീല് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ സ്റ്റീൽ കണ്ടീഷൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നോക്കാതെ പോവരുത്. അതേപോലെ സിസ്റ്റമാറ്റിക്സിൽ ഹോളോടൈപ്പ്, സിൻടൈപ്പ്, ആ സംഭവങ്ങൾ നോക്കാതെ പോരുത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാതെ പോകരുത് കേട്ടോ. പിന്നെ ഇത് എന്താന്ന് വെച്ചാല് ഗിവൺ ബിലോ ആർ ദ 2 സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ബൈ ആൽഗൽ ഫോട്ടോസിന്തസിസ് അലോ ദി ഗ്രോത്ത് ഓഫ് എറോബിക് ബാക്ടീരിയ. ഇപ്പൊ വാട്ടറിലൊക്കെ ഉള്ള ആൽഗകൾ ഉണ്ടാവില്ല, അക്വാട്ടിക് ആയിട്ടുള്ള ആൽഗകള് ഫോട്ടോസിന്തസിസ് വഴി എന്ത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അത് ചില എയറോബിക് ബാക്ടീരിയകളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ഞാൻ ഓക്സിജൻ ഡിമാൻഡ് DOP പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. പിന്നെ എന്താണ്? കമൻസൽ റിലേഷൻഷിപ്സ് ആർ ദ അസോസിയേഷൻ ഇൻ വിച്ച് ബോത്ത് ഇന്ററാക്ടിങ് ഓർഗാനിസംസ് ബെനിഫിറ്റ് ഫ്രം ഈച്ച് അതർ. അതില് ഏതൊക്കെയാണ് ശരി എന്നാണ്? കമൻസൽ റിലേഷൻഷിപ്പ്, അസോസിയേഷൻ ഇൻ വിച്ച് ബോത്ത് ദ ഇന്ററാക്ടിങ് സ്പീഷീസ് ഓർഗാനിസം ബെനിഫിറ്റ് ഫ്രം ഈച്ച് അതർ. രണ്ടാൾക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. കമൻസാലിസം എന്നുള്ള റിലേഷൻഷിപ്പില് രണ്ടാൾക്കും കിട്ടുന്നുണ്ടോ? ഓർമ്മ ഉണ്ടോ എന്താണെന്ന്? ഫസ്റ്റത്തെ കറക്റ്റ് ആണ്, രണ്ടാമത്തെ കറക്റ്റ് അല്ല. കാരണം എന്താ വെച്ചാല് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൽഗകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജൻ യൂസ് ചെയ്തിട്ട് എന്താണ് അവിടുത്തെ എയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ വളരും, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റിലേഷൻസ് നിങ്ങൾ ഈ ടാബിൾ നിങ്ങൾ പഠിക്കാതെ പോവരുത്. ന്യൂട്രലിസം എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും ബെനിഫിറ്റും ഒന്നുമില്ല. പിന്നെ മ്യൂച്വലിസം എന്ന് പറഞ്ഞാല് രണ്ടാൾക്കും പോസിറ്റീവ് എഫക്റ്റ് ആണ്, രണ്ടാൾക്കും ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. കമൻസാലിസം എന്താണ്? ഒരാൾക്ക് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്, ഒരാൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഗുണമില്ല, ദോഷമില്ല, ന്യൂട്രൽ ആയിട്ടുള്ള എഫക്റ്റ് ആണത്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? രണ്ടാൾക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയല്ലല്ലോ കമൻസാലിസം വരുന്നത്. ഇങ്ങനെ ആലോചിച്ചാൽ മതി, പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ഇടുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒരാൾക്ക് പോസിറ്റീവ് ആണ്, മറ്റാൾക്ക് എന്താണ് ഒന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടണില്ല. ജസ്റ്റ് ഇങ്ങനെ പോസിറ്റീവ് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ, അല്ലാതെ. പിന്നെന്താണ്? പ്രിഡേഷനിൽ എന്താണ്? ഒരാളെ പ്രിഡേറ്റർ, അതായത് നമ്മളെ ഇര പിടിക്കണില്ലേ, അപ്പൊ അത് ഒരാൾക്ക് എന്താണ് പോസിറ്റീവ് ആണ്, ഇരനെ കിട്ടുന്ന ആളെ വയറ് നിറയും. മറ്റാൾക്ക് എന്താണ്? ഒരാള് ജീവൻ നഷ്ടപ്പെടാൻ, അപ്പൊ ആൾക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. ഹെർബിവോറിൽ അതുപോലെ തന്നെയാണ് പോസിറ്റീവും നെഗറ്റീവ്, ഒരാൾക്ക് ബെനിഫിറ്റ്, ഒരാൾക്ക്. അമൻസാലിസം എന്താണ്? ഒരാൾക്ക് ന്യൂട്രൽ എഫക്റ്റ് ആണ്, മറ്റാൾക്ക് എന്താണ്? നെഗറ്റീവ് ആയിട്ടാണ്, ദോഷമായിട്ടാണുള്ളത്. ഈ കമൻസാലിസും അമൻസാലിസും എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. ഒരാൾക്ക് കമൻസാലിസത്തിൽ ഒരാൾക്ക് ബെനിഫിറ്റും മറ്റാൾക്ക് ന്യൂട്രൽ എഫക്റ്റും ആണ്. ഇവിടെ ഒരാൾക്ക് ന്യൂട്രൽ എഫക്റ്റും ഒരാൾക്ക് നെഗറ്റീവ് എഫക്റ്റും ആണുള്ളത്. കോമ്പറ്റീഷന് രണ്ടാൾക്കും നെഗറ്റീവ് എഫക്റ്റ് ആണുള്ളത്. കാരണം അവർ തമ്മിൽ ഇങ്ങനെ അടിപിടി കൂടുമ്പോൾ രണ്ടാൾക്കും അത് നെഗറ്റീവ് എഫക്റ്റ് ആണ്. അപ്പൊ ഇത് നോക്കാതെ നിങ്ങൾ പോകരുത്. ഓക്കെ, ഇത് എക്കോളജി വരുന്ന പാർട്ടാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും.
ഇനി Puccinia graminestritica is a macrocystic cyclic rust fungi due to the presence of Pucciniaയിൽ കാണുന്ന സ്പോറുകൾ ഏതൊക്കെയാണ്? പിഗ്നിയോസ്പോർ, എസിഡിയോസ്പോർ, യൂറിഡോസ്പോർ, ടെല്യൂട്ടോസ്പോർ, ബെസിഡിയോസ്പോർ. അപ്പൊ ഈ 5 ടൈപ്പ് സ്പോറുകളും ഇതിൽ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, അവരുടെ ലൈഫ് സൈക്കിളൊക്കെ. ഇനി പറയുന്നത് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഓഫ് ബട്രാക്കോസ്പോമത്തിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് അഡ്വാൻസ്ഡ് ഊഗ്യാമസ് ടൈപ്പ്, കൺട്രാൻസിയ സ്റ്റേജ്, മോണോസ്പോർ പ്രൊഡ്യൂസർ ഫ്രം കൺട്രാൻസിയ സ്റ്റേജ്. ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്രാക്കോസ്പോമ എന്താണ്? ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലാണ് ജീവിക്കുന്നത്. പിന്നെന്താണ്? ഈ ABCD ഫുള്ള് ശരിയാണ്. എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? ഊഗ്യാമസ് ടൈപ്പ് ആയിരുന്നു. കണ്ടൻസിയ സ്റ്റേജ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ജുവനൽ സ്റ്റേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മോണോസ്പോർ എന്നാണ് കണ്ടൻസിയ സ്റ്റേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ അതൊക്കെ? ഹലോ, നിങ്ങൾ അവിടെ ഉണ്ടോ? ഓക്കെ. ഇനി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് ടാബിൾസ് ആണുള്ളത്. അതായത് തെറോഫൈറ്റ്, ജിയോഫൈറ്റ്സ്, കാമിയോഫൈറ്റ്സ്, ഫെനോറോഫൈറ്റ്സ്. അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നത് നിങ്ങൾ വായിച്ചു നോക്കുവോ, അതോ ഇനി പറയണോ? എക്സ്പ്ലെയിൻ ചെയ്യണോ? ഹലോ, എന്തായാലും കുഴപ്പമില്ല. ഓക്കെ. തെറോഫൈറ്റ്സ്, ജിയോഫൈറ്റ്സ്, കാമിയോഫൈറ്റ്സ്, ഫെനോറോഫൈറ്റ്സ് ഇതിനെ ലിസ്റ്റ് ചെയ്യാനാണ്. ബഡ്സ് ആർ ലൊക്കേറ്റഡ് എബോവ് ദി ഗ്രൗണ്ട് ബട്ട് ലോ ഇനഫ് ടു നോട്ട് ബി എക്സ്പോസ്ഡ് ടു ദി സ്ട്രോങ് വിൻഡ്. പിന്നെന്താണ്? ബഡ്സ് ആർ ലൊക്കേറ്റഡ് ഹൈ. ഇത് കുറച്ചുകൂടി മാച്ച് ദ ലിസ്റ്റ് എന്നാണ്. കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കാരണം ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഇതില് എന്റെ ആൻസർ വരുന്നത് ഏതാണ്? 3 ആണ്. തെറോഫൈറ്റ് ആനുവൽ ലൈഫ് സ്പാൻ, സർവൈവ് സ്ട്രെസ് ആസ് സീഡ്. ഇതിൽ പറഞ്ഞുതരാം നല്ലത്. തെറോഫൈറ്റ്സ് എന്നാണ്. ദീസ് ആർ ആനുവൽ പ്ലാന്റ്സ് ദാറ്റ് കംപ്ലീറ്റ്സ് ദെയർ ലൈഫ് സൈക്കിൾ വിത്തിൻ സിംഗിൾ ഗ്രോയിങ് സീസണിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് എന്താണ്? സർവൈവ് സ്ട്രെസ് ആസ് സീഡ്. തെറോഫൈറ്റ്സ് ആർ ആനുവൽ പ്ലാന്റ്സ് ദാറ്റ് കംപ്ലീറ്റ്സ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ എ ഷോർട്ട് പീരിയഡ് വെൻ അതായത് ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷനിൽ, അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. They are typically found in deserts and arid conditions. Therefore, they are matched with 3 ഏതാണ്? തെറോഫൈറ്റ്സ് ആനുവൽ ലൈഫ് സ്പാൻ ആണ്. സർവൈവ് സ്ട്രെസ് സീഡ്. അവര് സ്ട്രെസ് സർവൈവ് ചെയ്യുന്നു. പിന്നെ ജിയോഫൈറ്റ്സ് എന്താ നോക്കാം. Geophytes, these are perennial plants that survive unfavorable conditions by storing their energy reserves in the underground organs such as rhizomes, bulbs, cones. അതിലൊക്കെ എന്താണ്? ഇവര് അൺഫേവറബിൾ കണ്ടീഷന് സർവൈവ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ എനർജി സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഓർഗൻസിലാണ്. ജിയോ എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇത് ഏതായിരിക്കും വരിക? ജിയോഫൈറ്റ്സ് ഏതായിരിക്കും വരിക? ബഡ്സ് ആർ അണ്ടർഗ്രൗണ്ട് ആസ് റൈസോംസ്, ബൾബ്സ് ആൻഡ് കോംസ്. ഇനി കാമിയോഫൈറ്റ്സ് എന്താ നോക്കുക. ദീസ് ആർ പെരിനിയൽ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ക്ലോസ് ടു ദി ഗ്രൗണ്ട് ആൻഡ് ഹാവ് ദെയർ ബഡ്സ് ലൊക്കേറ്റഡ് അബവ് ദി ഗ്രൗണ്ട് ബട്ട് ലോ ഇനഫ് ടു ബി എക്സ്പോസ്ഡ് ടു ദി സ്ട്രോങ് വിൻഡ്. അതുകൊണ്ട് എന്താണ്? 1 ഫെനോറോഫൈറ്റ്സ് ബഡ്സ് ആർ ലൊക്കേറ്റഡ് അബവ് ദി ഗ്രൗണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് വായിച്ചു നോക്കുക. ഇനി ഫെനോറോഫൈറ്റ്സ് എന്താണ്? ദീസ് ആർ വുഡി പെരിനിയൽ പ്ലാന്റ്സ് ദാറ്റ് ഹാവ് their buds located high on shoots at the ഈ സംഭവം ഫെനോറോഫൈറ്റ്സ് അങ്ങനെയാണ്. അപ്പൊ കുറച്ച് മാച്ച് ദ ഫോളോയിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.
അപ്പൊ ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാരും ഉറങ്ങിപ്പോയോ? നോ മാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആ എക്സ്പ്ലനേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ. ഓക്കെ. ഓക്കെ. മഞ്ജിമ, ഇസത്ത്, ഷമീമ എല്ലാവർക്കും മനസ്സിലായോ? Yes, ma'am. ഓക്കെ. അപ്പോൾ എക്സാം ഒക്കെ ഉഷാറായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഉള്ള കാര്യം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. മാച്ച് ദ ഫോളോയിങ്ങിൽ ഓപ്ഷൻസ് നല്ലോണം നോക്കുക. ചിലപ്പോൾ ഒന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. പിന്നെ അതുപോലെ പാർട്ട് എ ക്വസ്റ്റ്യനിലും ഓപ്ഷൻസ് ചിലതൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. പക്ഷെ നമ്മൾ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആൻസർക്ക് എത്താൻ പറ്റും. ഇപ്പൊ ആ ഓപ്ഷൻസിൽ ഇപ്പൊ കുറച്ച് സമയം എടുത്താണെങ്കിലും ആ ഓപ്ഷൻസ് ഓരോന്നും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയെന്ന് വരും. അപ്പൊ എല്ലാതും നോക്കി നോക്കുക. പാർട്ട് എ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നല്ല മാർക്ക് വാങ്ങുക. പിന്നെ അതുപോലെ സബ്ജക്റ്റ് ഒക്കെ നോക്കുക. പിന്നെ NTA നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കിട്ടുമെന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് മാക്സിമം അറ്റൻഡ് ചെയ്തിട്ട് നല്ല മാർക്ക് വാങ്ങുക. എല്ലാവർക്കും നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ലെഫ്റ്റ് ചെയ്തോളൂ.